പൈശാചികമായ ശക്തികളെ പോലും നീക്കി കാത്തവനെ, നേർച്ചകൾ കാഴ്ചകൾ അർപ്പിക്കും പരിശുദ്ധാനിൻ കബറിങ്കൽ. പാവനമാകും കബറിടത്തിൽ തീർത്ഥാടകരണയും നേരം ഓർക്കണമേ ഞങ്ങളെയെന്നാളും. മനമുരുകും നേരം കണ്ണീർ മായ്ക്കണമേ, വരമരുളിയിടണമേ. നേർച്ചകളാൽ നിൻ തിരുമുമ്പിൽ വന്നിടും നീ ദാസർക്ക് മോചനമേകി കാക്കണമേ. മലങ്കര സഭയുടെ പരിശുദ്ധ ഓർക്കണമേ ഞങ്ങളെയെന്നാളും. ഇന്നാൾ നിൻ കബറിൽ ധൂപം വച്ചിടും കൃപ നീയേകണമേ. നിൻ ശൈനോ നൽകി നിൻ സഭയെ പാലിച്ചിടേണം കാതാ. ശരണം തേടി വരുന്നടിയാർ ഈ പെരുന്നാളിൽ തിരുമുമ്പിൽ ഓർക്കണമേ ഞങ്ങളെയെന്നാളും.
പരുമലയിൽ വാഴും മാർ ഗ്രിഗോറിയോസ് പരിശുദ്ധാത്മാവേ, മലങ്കര സഭയുടെ രക്ഷകനെ, ശരണം നീയേ ഞങ്ങൾക്ക്. നിൻ തിരുകബറിൽ വീണവരെ ലജ്ജിപ്പിച്ചിട്ടില്ലല്ലോ. ഓർക്കണമേ ഞങ്ങളെ എന്നാളും. പൈശാചികമായ ശക്തികളെ പോലും നീക്കി കാത്തവനെ, നേർച്ചകൾ കാഴ്ചകൾ അർപ്പിക്കും പരിശുദ്ധാനിൻ കബറിങ്കൽ. പാവനമാകും കബറിടത്തിൽ തീർത്ഥാടകരണയും നേരം ഓർക്കണമേ ഞങ്ങളെ എന്നാളും. മനമുരുകും നേരം കണ്ണീർ മായ്ക്കണമേ, വരമരുളിയിടണമേ. നേർച്ചകളാൽ നിൻ തിരുമുൻപിൽ വന്നിടും നീ ദാസർക്ക്. മോചനമേകി കാക്കണമേ മലങ്കര സഭയുടെ പരിശുദ്ധ. ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ഇന്നാൾ നിൻ കബറിൽ ധൂപം വച്ചിടും കൃപ നീയേകണമേ. നിൻ ശൈനോ നൽകി നിൻ സഭയെ പാലിച്ചിടേണം കാതാ. ശരണം തേടി വരുന്നടിയാർ ഈ പെരുന്നാളിൽ തിരുമുൻപിൽ. ഓർക്കണമേ ഞങ്ങളെ എന്നാളും.
കേണിടുന്നു 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 ഞാൻ ഗ്രിഗോറിയോസ് മധ്യസ്ഥത കേണിടുന്നു ഞാൻ. മലങ്കരതൻ മണിവിളക്കാം പരിശുദ്ധ താതാ മാർത്തോമാതൻ മുൻഗാമിയെ കേണിടുന്നു ഞാൻ. കേണിടുന്നു 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 ഞാൻ ഗ്രിഗോറിയോസ് മധ്യസ്ഥത കേണിടുന്നു ഞാൻ. ആടുകൾക്ക് നേർവഴികൾ ഓതിത്തന്നോനേ നല്ലിടയാ ശ്രേഷ്ഠതാത കേണിടുന്നു ഞാൻ. അഗതികൾക്കാശ്വാസമേകും പരിശുദ്ധ താതാ ആനന്ദത്തിൻ പരിമളമേ കേണിടുന്നു ഞാൻ. കേണിടുന്നു 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 ഞാൻ ഗ്രിഗോറിയോസ് മധ്യസ്ഥത കേണിടുന്നു ഞാൻ. വരുമലതൻ കാവൽക്കാരാ താപസ ശ്രേഷ്ഠ പുണ്യനിധേ മുനിപ്രവീണ കേണിടുന്നു ഞാൻ. ദയറക്കാരിൽ ശോഭയിടും പരിശുദ്ധ താതാ ഭാഗ്യവാനെ പുണ്യവാനെ കേണിടുന്നു ഞാൻ. കേണിടുന്നു 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 ഞാൻ ഗ്രിഗോറിയോസ് മധ്യസ്ഥത കേണിടുന്നു ഞാൻ. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ തിരുമനസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. തിരുമേനി, നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാമോ? ഓക്കെ, കേൾക്കാം തിരുമേനി. നമുക്ക് പ്രാരംഭം ഒരു പ്രാർത്ഥനയോട് തന്നെ ആരംഭിക്കാം. അഭിവന്യ തിരുമനസിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്തുകൊണ്ടെന്നാൽ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാണ്. തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ദൈവം അപേക്ഷിച്ചുകൊള്ളണമേ. മഹാകാരുണ്യവാനും സ്നേഹവാനുമായ കർത്താവേ, ഈ പകലിൽ കാത്തു പരിപാലിച്ച കൃപകൾക്കായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നു. ദൈവമായ കർത്താവേ, ആ പരിശുദ്ധ പിതാവിനെ ഈ ലോകത്തിനും വിശേഷാൽ ഈ സഭയ്ക്കും നൽകിയ അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ പിതാവിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി, സമൂഹമായി തിരുസന്നിധിയിൽ ശോഭയോടുകൂടി ജീവിക്കുവാൻ, സമാധാനവും ശാന്തിയും അനുഭവിക്കുവാൻ കർത്താവേ ഇടയാക്കണമേ. പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കണമേ.
ഒരു പോലിങ്ങും മാർ ഗ്രിഗോറിയോസുണ്ടേ മേലും നിന്നോർമ്മ പ്രാർത്ഥന താങ്ക് യു തിരുമേനി. കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട നമ്മുടെ ഫിലിപ്പ് കോറപ്പിസ്കോപ്പ അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പച്ച മ്യൂട്ടിലാണ്. ദൈവാതിരുനാമമാകട്ടെ. തൃക്കൈമത്തി MGOCSMOCYM-ന്റെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് പരിശുദ്ധ പരിമല തിരുമേനിയുടെ സ്പിരിച്വൽ ലൈഫിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഈ വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനു മുൻപായിട്ട് നമ്മുടെ ഇടവക മെത്രാപ്പോലീത്ത വന്ദനായ ഡോക്ടർ എബ്രഹാം സെറാഫി മെത്രാപ്പോലീത്തയെ ഈ യോഗത്തിലേക്ക് സെന്റ് തോമസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ MGOCSMOCYM-ന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെയും എല്ലാ ഇടവകകളുടെയും എല്ലാ ആത്മീക സംഘടനകളുടെയും നല്ല നടത്തിപ്പിനായിട്ട് പ്രചോദനം നൽകുന്ന അഭിമന്യ തിരുമേനിയോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം തമ്പുരാൻ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ആരോഗ്യവും തിരുമനസ്സിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും നാമത്തിൽ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ MGOCSMOCYM അംഗങ്ങളെയും മറ്റ് ഈ യോഗത്തിൽ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചേർന്നിട്ടുള്ള എല്ലാവരെയും മറ്റ് ഇടവകളിൽ നിന്നുള്ള MGOCSMOCYM യൂണിറ്റിലെ അംഗങ്ങളെയും ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ഫിലിപ്പച്ച. ഇന്നത്തെ ഈ ലോകത്ത് ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ലൈഫ് ആൻഡ് സ്പിരിച്വാലിറ്റി ഓഫ് പരിമല തിരുമേനി എന്നത്. അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് തിരുമേനിയെ ലഭിച്ചത് തന്നെ വളരെ അനുഗ്രഹമായി കരുതുന്നു. അഭിവന്യ തിരുമനസിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇടവകാരി വന്ദനായ PC ഫിലിപ്പ് കോറപ്പിസ്കോപ്പ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും MGOCSM-ന്റെയും OCYM-ന്റെയും പ്രവർത്തകരെ, ഞാൻ ജോനോയോട് സംസാരിച്ചപ്പോൾ ആദ്യം ഞാനൊന്ന് ഒരു പ്രസന്റേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം എന്നുള്ള ഒരു സജഷൻ പറഞ്ഞിരുന്നു. ഒരു ചെറിയ വ്യത്യാസം, എനിക്ക് ആരുടെയും മുഖം കാണുന്നത്, എല്ലാവരും ക്യാമറയിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, അതിന് കുഴപ്പമില്ല. എങ്കിലും ഈ പരിമല തിരുമേനിയെ കുറിച്ചുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കൊള്ളാം. I expect few responses from at least from the young people. Who is Parimala Tirumeni for you, or what do you know about Parimala Tirumeni? ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നായിരിക്കും. സഭയിലെ പ്രഖ്യാപിത പരിശുദ്ധൻ, ജീവിത വിശുദ്ധി കൊണ്ട് മാതൃക കാട്ടിത്തന്ന ഏറ്റവും വലിയൊരു പിതാവ്. ഓക്കെ, വേറെ ആൻസേഴ്സ് വല്ലോ? Any other responses? Any other answers regarding your understanding of Parimala Tirumeni? നിങ്ങൾ മനസ്സിലാക്കിയ പരിമല തിരുമേനി, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. ത്രൂ ദ ഇന്റർസെഷൻ ഓഫ് സെയിന്റ് ഗ്രിഗോറിയോസ് ഓഫ് പരിമല. Tirumeni, Saint Anthony of Malankara Church.
ഓക്കെ, ഇനി ആന്റണി ആരാണെന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. ഹൂ ഈസ് സെയിന്റ് ആന്റണി? ആരാന്നറിയാം എല്ലാവർക്കും? ഫാദർ ഓഫ് മൊനാറ്റിസം. യാ, അന്തോണിയോസും പക്കോമിയോസുമാണ് ഒരു ഓർഗനൈസ്ഡ് മൊണാസ്റ്റിക്. അതിനു മുമ്പ് തന്നെ മൊണാസ്റ്റിസിസം ഉണ്ടായിരുന്നു. നല്ലൊരു ഓർഗനൈസ്ഡ് മൊണാസ്റ്റിസിസത്തിന്റെ ബിഗിനിങ് സെയിന്റ് ആന്റണിയും സെയിന്റ് പക്കോമിയോസുമാണ്. അപ്പൊ അതുകൊണ്ട് മലങ്കരയിലെ സെയിന്റ് ആന്റണി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, എനി അതർ റെസ്പോൺസസ്? At least 2 people responded. I am glad. Many I think you have to unmute. Oh. Tirumeni, I also heard that Parimala Tirumeni taught gospel to the non-Christians, which was not a practice during that time. Very good. Other people may not know that. Not only the gospel preaching, but also the social commitment, involvement in people's life. ഞാൻ അതിനെക്കുറിച്ചൊന്ന് എൻ്റെ ക്ലാസ്സിൽ അല്പം ഒന്ന് പരാമർശിക്കാമെന്ന് ആഗ്രഹിക്കും. ബട്ട് ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ്. എല്ലാവരും പരിമല തിരുമേനിയെ ഒരു സെയിന്റിന്റെ ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ്. ബട്ട് തിരുമേനി ഡിഡ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. താങ്ക് യു ഫോർ ആൻസറിങ് or responding my request and question. ഈ സെയിന്റ് എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് എ സെയിന്റ്? ഒരു നോർമൽ മീനിങ് എന്ന് പറയാമോ? Who leads a spiritual life. Who leads a spiritual life is a saint. Okay. ഒരു അർത്ഥം നോക്കിയാൽ ഇത് മീനിങ് ഓഫ് ദ വേർഡ് വേണമെങ്കിൽ ഹോളി പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഹോളി പേഴ്സൺ. ഇപ്പൊ ചർച്ചിന്റെ ഇൻ അവർ ചർച്ച് എനിക്ക് തോന്നുന്നു കുറച്ച്, ഞാൻ മലയാളത്തിൽ പറയട്ടെ, കുറച്ച് സീനിയേഴ്സിന്റെ മുഖമൊക്കെ ഞാൻ കാണുന്നുണ്ട്. സീനിയേഴ്സിന് ഇംഗ്ലീഷ് അറിയത്തില്ലെന്നുള്ളതല്ല, ഇംഗ്ലീഷും മലയാളം കൂടെ പറയാം. എന്താ നമ്മുടെ ചർച്ചിന്റെ അക്കോർഡിംഗ് ടു ദ ചർച്ച് all Christians are called to be saints. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയുകയില്ല. മാമോദിസ മുങ്ങിയ എല്ലാവരും വിശുദ്ധരാണ്. അങ്ങനെയാണ് പ്രത്യേകമായിട്ട് ക്രിസ്ത്യൻസിനെ അറിയപ്പെട്ടിരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 Corinthians chapter 1 verses 1 and 2 അവിടെ എഴുതുന്നുണ്ട്. Paul writes to the church of God in Corinth, to those who are sanctified in Christ Jesus, called to be saints. മാമോദിസ ഏറ്റവരെയൊക്കെ സഭയിൽ വിശുദ്ധർ എന്നാണ് അറിയപ്പെടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം റോമൻസ് 6:2 ഫേബായെ കുറിച്ച് പറയുന്നുണ്ട്. റിസീവ് ഫേബ ഇൻ എ മാനർ വർത്തി ഓഫ് ദ സെയിൻസ് എന്ന് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജനറലി നമ്മൾ നോക്കിയാൽ എല്ലാവരും തന്നെ മാമോദിസ മുങ്ങി കർത്താവിന്റെ തിരുശരീരത്തോട് ചേർന്ന് എല്ലാവരും തന്നെ സെയിൻസ് ആണ് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പൊ വി ആർ ഓൾ സെയിൻസ്. ബട്ട് ദ ചർച്ച് ഹാസ് ഡെസിഗ്നേറ്റഡ് സർട്ടൻ ഔട്ട്സ്റ്റാൻഡിംഗ് മെൻ ആൻഡ് വിമൻ who have departed this life and reached deification as worthy of veneration as saints or holy person. Deification എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ദൈവീകരണം, theosis ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ? ടു ബിക്കം ലൈക്ക് ഗോഡ്. അപ്പൊ ഈ ഡെയിഫിക്കേഷൻ എന്ന് പറയുന്നത്, ദൈവീകരണം എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ലൈക്ക് ഗോഡ്. ഞാനത് ചില സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ഇമേജ് ആണ്. വി ഓൾ ഹാവ് ദ കോമൺ ഇമേജ് ഓഫ് ഗോഡ്. ബട്ട് ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്
ഡിപ്പെൻഡ്സ് ഓൺ അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ഹൗ ഡീപ് ഇറ്റ് ഈസ്. എത്രമാത്രം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈക്ക്നെസ്, ദൈവത്തിൻ്റെ ആ സാദൃശ്യം ധരിക്കൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ഫ്രം ഇമേജ് ടു ലൈക്ക്നെസ്, സ്വരൂപത്തിൽ നിന്നും സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹൂ ഈസ് എ സെയിന്റ്, ആരാണ് വിശുദ്ധൻ, വിശുദ്ധ, എന്താണ് ഒരാളെ വിശുദ്ധനായി അംഗീകരിക്കുവാനായിട്ടുള്ള നോംസ്, മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഹൂ ഹാസ് ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇമേജും ലൈക്ക്നെസ്സും ഒക്കെ ഉണ്ട്. ബട്ട് ദ ഡീപ്പർ, ആ നിലയിൽ ജീവിച്ച് വിശുദ്ധരായി ജീവിച്ചവരെയാണ് സഭ പ്രത്യേകിച്ചും അത് ഒരു പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദെയർ ഡിപ്പാർച്ചർ ഫ്രം ദ ഫിസിക്കൽ വേൾഡ്, ഈ ലോകത്തിൽ നിന്നും അവര് മരണം മൂലം വാങ്ങിപ്പോയതിന് ശേഷമുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് അത് പ്രത്യേകമായിട്ട് സഭയിൽ ഓർക്കുന്നത്. അതൊരു ജനറൽ ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഈ വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ പെരുന്നാളിൽ നമ്മൾ വായിക്കുന്ന പ്രമിയോൻ സെദറായിൽ ഒരു വാക്കുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പം മുതലാണ് ഒരാൾ വിശുദ്ധരാകുന്നത് എന്നുള്ളത്. ഞാൻ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്ന മലയാളത്തിൽ പറയാം. ബ്ലെസ്സഡ് ആർ യു ഓൾ ഓ ബ്ലെസ്സഡ് മാർ ഗ്രിഗോറിയോസ്, who was chosen from the womb of his mother like Jeremiah and Samuel. യെരമ്യായെയും ശമൂവേലിനെയും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മാർ ഗ്രിഗോറിയോസേ നിനക്ക് ഭാഗ്യം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളത് പ്രത്യേകം ഓർത്തുകൊള്ളണം. എല്ലാവർക്കും ദൈവത്തിന്റെ ഒരു വിളി അമ്മയുടെ ഉദരം മുതൽ തന്നെ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മെ എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രസക്തമാകുന്നത്. അതില് ഒന്നാമത്തേത്, ആ വ്യക്തി ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞ് ആ വിളിയോട്, ഹൗ ദാറ്റ് പേഴ്സൺ റെസ്പോണ്ട് ടു ദ കോൾ ഓഫ് അവർ ലോർഡ്. ദൈവത്തിന്റെ ആ വിളിയോട് ഒരാൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ആ ആൾ വിശുദ്ധനാകുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്നാൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ, ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു ചിന്തയായിട്ട് ഞാൻ നിങ്ങളോട് കൊണ്ടുവരാം. ദൈവം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എന്നാൽ ആ റെസ്പോൺസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് മാത്രമാണ് ഇന്ന് എനിക്കൊന്ന് പ്രധാനമായിട്ട് ഊന്നി പറയുവാനായിട്ടുള്ളത്. അത് നമ്മുടെ എൻവയോൺമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്, നമ്മുടെ അന്തരീക്ഷം, നമ്മൾ വളരുന്ന അന്തരീക്ഷങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഒരാള് ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് ആ ആള് വളരുന്ന അന്തരീക്ഷങ്ങളുമായി ബന്ധപ്പെട്ട്. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ 3 അന്തരീക്ഷങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തേത് ഫാമിലി എൻവയോൺമെന്റ് ആയിരുന്നു. രണ്ടാമത്തേത് വെർട്ടിക്കൽ ദേറ എന്ന് പറയുന്ന എൻവയോൺമെന്റ് ആണ്. മൂന്നാമത്തേത് പരിമല എന്ന് പറയുന്ന ഒരു ദ്വീപ്, ഐലൻഡ് ആയിരുന്നു. അപ്പൊ പരിമല തിരുമേനിയുടെ ഒരു ബയോഗ്രഫി ഒന്നും പറയുവാനായിട്ട് ഇപ്പം നമുക്ക് സമയമില്ല. ഞാനിപ്പോ പറയുന്നത് പരിമല തിരുമേനിയുടെ ഫാമിലി എൻവയോൺമെന്റ് ആർക്കെങ്കിലും അറിയാമോ? പരിമല തിരുമേനിയുടെ ബാല്യകാലം അറിയാവുന്നവരൊന്ന് ഷെയർ ചെയ്താൽ സന്തോഷമാണ്. എന്തറിയാം നിങ്ങൾക്ക് പരിമല തിരുമേനിയുടെ ബാല്യത്തെ കുറിച്ച്? എനി ഐഡിയ? തിരുമേനിയെ വിളിക്കണ്ടായിരുന്നില്ലേ? ചോദ്യം തന്നെ ചോദ്യമാണ്. ചോദ്യം ചോദിക്കാതെ പ്രസംഗിക്കുന്നവരെ മതിയായിരുന്നു എന്നാണ്. അതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ള കാര്യം, തിരുമേനിയുടെ അമ്മ തിരുമേനിയുടെ ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്. പിന്നെ തിരുമേനിയുടെ സിസ്റ്ററാണ് കൂടുതലും തിരുമേനിയെ ഈ ലെവലിലേക്ക് പ്രാർത്ഥനയോടുകൂടി വളർത്തിക്കൊണ്ട് വന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോ പരിമല തിരുമേനിയുടെ സ്പിരിച്വാലിറ്റി ആരംഭിക്കുന്നത് അമ്മയുടെ ഉദരത്തിലാണ്. പക്ഷേ അത് വളർച്ച പ്രാപിക്കുന്ന ആദ്യത്തെ അന്തരീക്ഷം തിരുമേനിയുടെ ഭവനമായിരുന്നു. ഇന്ന് പലപ്പോഴും
ഞാൻ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആബ്സെൻസ് ഓഫ് പേരൻസ് ആണ് ഞങ്ങളുടെ എല്ലാ പ്രധാന പ്രതിസന്ധിക്കും കാരണം എന്നൊക്കെ കംപ്ലൈന്റ് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുമേനിക്ക് അമ്മ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടതാണ്, തിരുമേനിയൊക്കെയും ഡിഫറെൻ്റ് ആയിട്ട് പോകേണ്ടതാണ്. പക്ഷെ അവിടെ ഒരു സിസ്റ്ററിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒക്കെ വളർച്ചയിൽ ഫാമിലി എന്ന് പറയുന്ന അന്തരീക്ഷം, കുടുംബം എന്ന് പറയുന്ന അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഈ നമ്മളെല്ലാവരും ഇന്ന് വീട് വലുതാക്കാനും നല്ലതാക്കാനും ഒക്കെ ഓടി നടന്നിട്ട് ഈ പറയുന്ന ഫാമിലി അങ്ങ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും നല്ല വീടായി, പക്ഷേ കുടുംബം നല്ലതായോ എന്നുള്ളത് ഒന്ന് പറയും. അത് വലിയ വലിയ അന്തരീക്ഷമാണ്, എല്ലാവരെയും വളർത്തുന്ന, എല്ലാവർക്കും ഒരു ആത്മീയ അടിത്തറ പാകുന്ന ഒരു അന്തരീക്ഷമാണ് ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടൊക്കെ അല്പം ചെറുതായാൽ പോലും കുടുംബം നല്ലതാകണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സ്നേഹത്തിന്റെ അന്തരീക്ഷം ഒക്കെ ഉണ്ടാകണം എന്നുള്ളത്. രണ്ടാമത്തെ പരിമല തിരുമേനിയുടെ വളർച്ചയുടെ അന്തരീക്ഷം വെട്ടിക്കൽ ദയറായാണ്. വെട്ടിക്കൽ ദയറായിൽ പോയിട്ടുള്ളവരുണ്ടോ? എന്തെങ്കിലും ഒന്ന് യേസ് പറഞ്ഞാൽ എത്ര പേര് കണ്ടിട്ടുണ്ട് വെട്ടിക്കൽ ദയറ? മുളന്തുരുത്തിയിൽ തിരുമേനി ബാല്യത്തിലെ ഷമ്മാശന, ഹി ബിക്കേം എ ഡീക്കൻ അറ്റ് എ വെരി യങ് ഏജ്. ഇപ്പൊ ശുശ്രൂഷയിലേക്കൊക്കെ വന്നു. പക്ഷെ അദ്ദേഹം വെട്ടിക്കൽ എന്ന് പറയുന്ന വെട്ടിക്കൽ ദയറായിൽ ഇന്നും അദ്ദേഹം പ്രാർത്ഥിച്ച മുറി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ചാപ്പലിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് അതിനകത്ത് പോകാം, പ്രാർത്ഥിക്കാം. കുറച്ചൊക്കെ അത് മോഡിഫൈ ചെയ്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ദീർഘനാളുകൾ അദ്ദേഹം പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തക വായനയിൽ, പ്രാർത്ഥനയിൽ, നോമ്പ്, ഉപവാസത്തിൽ ഒക്കെ അദ്ദേഹം ചെലവഴിച്ചതാണ്. ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ അന്തരീക്ഷം ഇപ്പൊ അവിടെ കുറെ കൂടെ ഒക്കെ ബഹളമയമായി. അന്ന് അത് വളരെ സോളിറ്റ്യൂഡായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് അദ്ദേഹം പോയത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്തരീക്ഷമാണ് മൂന്നാമത്തേത് പരുമല. പരുമല എന്ന് പറയുന്ന ഒരു കാടായിരുന്നു, ഒരു കൈൻഡ് ഓഫ് an ഐലൻഡ്. ഇന്നിപ്പോ നമുക്ക് അവിടെ ബ്രിഡ്ജൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയുകയില്ല. അധികം ആളുകൾ അങ്ങനെ ആ ഐലൻഡിലോട്ടൊന്നും പോവുകയില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അവിടെ പോയി ആണ് തിരുമേനി താമസിച്ചതും അവിടെ പിന്നെ സെമിനാരിയൊക്കെ ആരംഭിച്ചതും. അപ്പൊ ഈ വെട്ടിക്കൽ ദയറായും പരുമല എന്ന് പറയുന്ന സ്ഥലവും തിരുമേനിയെ സെയിന്റ് ആക്കിയ എൻവയോൺമെന്റ്സ് ആണ്. ബഹളമില്ല, പ്രാർത്ഥനയാണ്, സൈലൻസ് ആണ്, സോളിറ്റ്യൂഡാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് വിശുദ്ധരാകാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഇങ്ങനെ വളരെ ബഹളത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ധാരാളം സംസാരം നമുക്കുണ്ട്, സൈലൻസ് വളരെ കുറഞ്ഞു പോയി, ശാന്തതയൊന്നുമില്ല. ഇപ്പൊ ഈ ലോകത്തിലെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളിനാണ് സക്സസ് എന്നാണ് പറയുന്നത്. പരിമല തിരുമേനിയെ പോലെയുള്ളവരുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് സൈലൻസിലാണ്, നിശബ്ദതയിലാണ്, ധ്യാനത്തിലാണ്. അതിലാണ് അവര് അത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് അന്തരീക്ഷം തിരുമേനിയുടെ ആധ്യാത്മികതയെ രൂപപ്പെടുത്തിയതാണ്. ഒന്ന് ഭവനാന്തരീക്ഷം, രണ്ട് വെട്ടിക്കൽ ദയറായിലെ പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും അന്തരീക്ഷം, മൂന്നാമത്തേത് പരുമല എന്ന് പറയുന്ന ആ ദ്വീപ്. ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വലിയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അന്ന് അത് വളരെ ഏകാന്തമായി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും, പിന്നെ അവിടെ സെമിനാരിയൊക്കെ നിരന്തരം പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമായിട്ട് അവിടെ മാറിയിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കും. അതാണ് എനിക്ക് ഒന്നാമത് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തേത്, ഞാൻ അതിലേക്ക് വീണ്ടും വരാം. പരിമല തിരുമേനിയുടെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ, രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് വിശുദ്ധ
സെന്റ് ജെയിംസ്, എപ്പിസിൽ ഓഫ് സെന്റ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ. Epistle of St. James, chapter 1, verses 26 and 27. If anyone among you thinks he is religious and does not bridle his tongue, but deceives his own heart, this one's religion is useless. Pure and undefiled religion before God and the Father is this, to visit orphans and widows in their trouble and keep oneself unspotted from the world. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. Does not bridle the tongue and deceives his own heart. ഒത്തിരി വർത്തമാനം പറഞ്ഞു, അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. രണ്ടാമത്തേത് പറയുന്നത് വിസിറ്റ് ഓർഫൻസ് ആൻഡ് വിഡോസ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. മൂന്നാമത്തേത് കീപ് വൺസെൽഫ് അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ്. പ്യൂരിറ്റി ഓഫ് ലൈഫ്, വിശുദ്ധ ജീവിതം ഉണ്ടാകണം. അപ്പൊ ഈ 3 കാര്യങ്ങള് പ്രത്യേകമായിട്ടോ, ഈ എത്ര നേരം നമുക്ക് സൈലൻസ് പാലിക്കാനായിട്ട് കഴിയും, എത്ര നേരം നിശബ്ദരായിട്ടിരിക്കാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ വർഷം ഗ്രീസിൽ പോയിട്ട് വന്നപ്പോൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാൻ മൗണ്ട് ആഥോസ് എന്ന് പറയുന്ന ഗ്രീക്ക് സഭയുടെ സന്യാസ സമൂഹങ്ങൾ താമസിക്കുന്ന ഒരു ഐലൻഡാണ് മൗണ്ട് ആഥോസ് എന്ന് പറയുന്നത്. അവിടേക്ക് ബസ്സും ട്രെയിനും ഒന്നുമില്ല. ഗ്രീസിലെ പ്രധാന മെയിൻ ലാൻഡിൽ നിന്ന് ബോട്ടിലാണ് മൗണ്ട് ആഥോസിലേക്ക് പോകേണ്ടത്. അവിടെ സ്ത്രീകൾക്കാർക്കും പ്രവേശനമില്ല, പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം. അപ്പൊ അവിടെ ചെന്ന് ഞാനൊരു ആശ്രമത്തിൽ താമസിച്ചു. ഞാൻ പോയ ആശ്രമം 11th സെഞ്ചുറിയിൽ ആരംഭിച്ചതാണ്, 11ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. ആ ഐലൻഡിലാകെ 20 ആശ്രമങ്ങളാണുള്ളത്. അപ്പൊ ഞാൻ ഈ ആശ്രമത്തിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരാരും അധികം സംസാരിക്കത്തില്ല. ഭക്ഷണം കഴിക്കുവാനായിട്ട് 2 നേരമേ ഉള്ളൂ അവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് മെസ്സോളിൽ വരുമ്പോഴും അവര് വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം, ഇത് ഒരാൾ വായിക്കുകയും ബാക്കിയുള്ളവർ കഴിക്കുകയും അവരപ്പോൾ പോലും സംസാരിക്കുന്നില്ല. അവർ തമ്മിൽ പിണക്കായിട്ടൊന്നുമല്ല സംസാരിക്കാത്തത്, പക്ഷെ അത് അവരുടെ ഒരു ഡിസിപ്ലിനാണ്. ഞാൻ ആ ആശ്രമത്തില് 4 ദിവസം താമസിച്ചു. അപ്പൊ എന്നോട് സംസാരിക്കുവാനായിട്ട് അല്പം ഇംഗ്ലീഷ് അറിയാവുന്ന 2 പേരെ ഏർപ്പെടുത്തി. അവര് ഗസ്റ്റിനെ സ്വീകരിക്കുന്നവരാണ്. ബാക്കി ആരും എന്നോട് സംസാരിക്കാൻ വന്നില്ല. അവരൊക്കെ ചാപ്പലിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ കുനിഞ്ഞ് നടന്നു വരികയാണ്. അവരുടെ പരിസരത്തൊക്കെ എന്താ നടക്കുന്നതെന്ന് പോലും അവർ കാണുന്നതേ ഇല്ല. ആരും അധികം സംസാരിക്കുന്നില്ല, ബഹളം ഒട്ടുമേ ഇല്ല. പ്രാർത്ഥനയുടെ ശബ്ദം മാത്രമേ ആ ആശ്രമത്തിൽ നിന്ന് മുഴങ്ങി ഞാൻ കേട്ടു. പിന്നെ കേട്ട ശബ്ദം പള്ളിയിലെ മണി അടിക്കുന്ന ശബ്ദമാണ്. അവർക്ക് പണ്ടത്തെ പാരമ്പര്യം അവർ പുലർത്തുന്നുണ്ട്. അവർക്കന്ന് മണിയില്ലാഞ്ഞത് കൊണ്ട് ഒരു തടിക്കഷ്ണം, മറ്റൊരു തടിക്കഷ്ണത്തിൽ, ആ തടി പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ലപോലെ സൗണ്ട് ഇങ്ങനെ അതിൻ്റെ വേവ്സ് പോകുന്നത് നമുക്ക് തോന്നും. അപ്പൊ അത് 2 മാത്രമാണ്. അപ്പൊ ഈ 2 ശബ്ദം മാത്രമേ ഞാൻ ഈ ആശ്രമത്തിൽ കേട്ടു. മുഴുവൻ സമയവും ശാന്തതയാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ ദീർഘമായ ആരാധനയാണ്. രാവിലെ 4 മണിക്ക് മുമ്പ് ആരാധന ആരംഭിച്ചാൽ 8 മണി വരെ നിന്നുകൊണ്ട് ആരാധിക്കുകയാണ്. ഇരിക്കത്തില്ല. ചാപ്പലിലൊന്നും ലൈറ്റേ ഇല്ല, തിരികൾ മാത്രമേ അവിടെ കത്തിക്കാറുള്ളൂ. അവര് ഇലക്ട്രിക് ലൈറ്റുകളൊന്നും ആ ചാപ്പലിൽ ഉപയോഗിച്ച് കണ്ടില്ല. അങ്ങനെ ആകെപ്പാടെ നോക്കുന്ന ഉടനെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. പക്ഷെ ഞാൻ എന്നോട് സംസാരിക്കാൻ വന്ന ആളിനോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ പഴയ കാലം പോലെ താമസിക്കുന്നവരുണ്ട്, പക്ഷെ ഇപ്പൊ പുതുതായിട്ട് ചെറുപ്പക്കാരൊക്കെ ആ സൈലൻസിലേക്ക് ഒന്ന് വന്നു ചേരുകയാണ്.
അവരങ്ങനെ പെട്ടെന്നൊന്നും എടുക്കുകയില്ല. അങ്ങനെ വന്ന പലരും ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്. അവരവരുടെ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, നമ്മൾ വിചാരിക്കും ഇതൊക്കെ പഴയ കാലത്ത് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെ കൊണ്ടൊന്നും ഇത് നടക്കില്ല, ഈ ലോകത്തിൽ ഇപ്പൊ ഇതൊന്നും നടക്കുകയില്ല എന്ന് വിചാരിച്ചാൽ അതല്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ നാവിനെയും അടക്കി ശരീരത്തെയും അടക്കി മുഴുവൻ സമയം പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ പരിമല തിരുമേനിക്ക് ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് അതാണ്. കുറച്ച് സമയമെങ്കിലും നമ്മൾ സൈലന്റ് എന്ന് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. ഞാൻ കഴിഞ്ഞ വർഷം ചെങ്ങന്നൂരിൽ കൺവെൻഷന് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പോയത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ജീവിച്ചാൽ നമുക്ക് സെയിന്റ് ആകാനായിട്ട് ഒക്കുകയില്ല. സെയിന്റ് ആകത്തില്ലെന്ന് മാത്രമല്ല, വിശുദ്ധനാകത്തില്ലെന്ന് മാത്രമല്ല, ഈവിളാകും, ഡെവിളാകുമെന്നാണ് എൻ്റെ തിയറി. ഇനി സെയിന്റ് ഒന്നും ആകണ്ട. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, കൂടുതൽ സമയം, ധാരാളം സമയം ഈ സ്മാർട്ട് ഫോണിൽ ചെലവഴിക്കുന്ന ഒരു ഭർത്താവിന് നല്ല ഭർത്താവാകാൻ കഴിയും, ഒരു ഭാര്യയ്ക്ക് നല്ല ഭാര്യയാകാൻ കഴിയും, ഒരു സ്റ്റുഡന്റിന് നല്ല സ്റ്റുഡന്റ് ആകാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന ധാരാളം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ പറയുന്ന സൈലൻസിലേക്ക്, ഒന്നുമില്ലാത്തതിലേക്കൊക്കെ മാറിപ്പോയി. ഇത് പരിമല തിരുമേനി തുടങ്ങിയതൊന്നുമല്ല. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ആ മോഡൽ ഒന്ന് ശ്രദ്ധിച്ച്, പകല് മുഴുവനൊക്കെ എവിടെയായിരിക്കും? വിത്ത് ദ പുവർ പീപ്പിൾ, വിത്ത് ദ സിക്ക് പീപ്പിൾ, അല്ലെ, പാവപ്പെട്ടവരുടെ കൂടെ ഒക്കെ നിന്നിട്ട്. പക്ഷെ ഒരു രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ കർത്താവ് ഒരു പോക്ക എങ്ങോട്ട് പോകും? അവൻ മലയിലേക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി, അല്ലെ. ദീർഘനേരം, രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചു എന്നൊക്കെയാ പറയുന്നത്. ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഒരു പക്ഷേ ബാംഗ്ലൂർ പോലെയുള്ള ഒരു സിറ്റിയിൽ താമസിക്കുന്ന നമുക്കത് സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ, ഏതാനും മണിക്കൂറുകൾ കഴിയുമെങ്കിൽ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കണം. ആ സൈലൻസിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, സൈലൻസ് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് സ്പീച്ച്. പരിമല തിരുമേനിയൊക്കെ ലോകത്തോട് സംസാരിക്കാതിരുന്നു, സൃഷ്ടാവിനോട് സംസാരിച്ചു. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൈലൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിക്കണം. മുഴുവൻ സമയവും നമ്മൾ എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ നമ്മുടെ കണ്ണ് എൻഗേജ്ഡ് ആണ്, നമ്മുടെ കാത് എൻഗേജ്ഡ് ആണ്, നമ്മുടെ ബോഡി എൻഗേജ്ഡ് ആണ്, നമ്മുടെ തോട്ട്സ് എൻഗേജ്ഡ് ആണ്. ഇങ്ങനെ വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു മീൻസും നമുക്കില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന്, കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒക്കെ നമുക്ക് ഒന്ന് ശീലിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവിനെ ഒന്ന് അടക്കുക, അതുപോലെ തന്നെ കുറച്ച് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. തിരുമേനിയുടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് കീപ്പിംഗ് സൈലൻസ്. നിശബ്ദത പാലിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ആ വാക്യത്തിൽ വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് സ്പിരിച്വാലിറ്റി, ട്രൂ റിലിജിയൻ, യഥാർത്ഥ, അത് മലയാളത്തിൽ ഭക്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥ ഭക്തി എന്താണ്? വിസിറ്റ് ഓർഫൻസ് ആൻഡ് വിഡോസ്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണം. ഇതും കർത്താവിന്റെ മോഡലാണ്. നമുക്കറിയാം, കർത്താവ് യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി, സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോയി, ഒറ്റയ്ക്കിരുന്നുള്ള
പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ബാക്കി സമയമെല്ലാം കർത്താവ് എവിടെയാണ്? ആർക്കും വേണ്ടാത്തവരുടെ കൂടെ, രോഗികളോടുകൂടെ, പാവപ്പെട്ടവരോടുകൂടെ കർത്താവ് നൽകുകയാണ്. പരുമല തിരുമേനിക്കൊക്കെ ഈ ഒരു മോഡൽ ഉണ്ടായിരുന്നു. മുമ്പേ സംസാരിച്ച മോൾ ആരാന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഒത്തിരി ആളുകളെ കൺവേർട്ട് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സഭയിൽ ആളെ കൂട്ടാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് ധരിക്കരുത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു increase the number of people in the Orthodox Church. It is of course part of the conversion or the spreading of the gospel is to convert people to Christianity, of course. But തിരുമേനിക്ക് അതിന് വേറൊരു ആസ്പെക്ട് കൂടെ ഉണ്ടായിരുന്നു. There is another aspect of doing that. അതെന്താന്ന് ചോദിച്ചാൽ to bring the people to the mainstream. അതൊരു കേരളത്തിന്റെ പ്രത്യേകമായ ഒരു പശ്ചാത്തലത്തിലാണ് തിരുമേനി അത് ചെയ്തത്. അതെന്താന്ന് ചോദിച്ചാൽ അവിടെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവർ മാർജിനലൈസ്ഡ് പീപ്പിൾ ആയിരുന്നു. അപ്പൊ അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അന്ന് ക്രിസ്ത്യാനിറ്റിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. രണ്ടാമത്, തിരുമേനി അതിനോട് ചേർന്ന് ചെയ്തതാണ് സ്കൂളുകൾ സ്ഥാപിച്ചു എന്നുള്ളത്. അതെന്തിനാണ്? എഡ്യൂക്കേഷൻ വാസ് ദ മെയിൻ ആസ്പെക്ട്. അപ്പൊ തിരുമേനി സ്ഥാപിച്ച സ്കൂളുകളുണ്ട്. ഇപ്പൊ തുമ്പോൺ MGM സ്കൂൾ, തിരുവല്ല MGM സ്കൂൾ, അങ്ങനെ ധാരാളം സ്കൂളുകൾ തിരുമേനി സ്ഥാപിച്ചു. അതെന്തിനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി, അല്ലാതെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന ആസ്പെക്ട് ഇൻകമാണ്. തിരുമേനിക്ക് അതല്ലായിരുന്നു. എന്താണ്? പാവപ്പെട്ടവർ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി തിരുമേനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരെ മെയിൻ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കുവാനായിട്ട്. പക്ഷേ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, നമ്മുടെ സഭയിൽ ഇപ്പോഴും മിഷൻ പള്ളികൾ എന്ന് പറഞ്ഞ് കുറച്ച് പള്ളികളുണ്ട്. പരുമല തിരുമേനിയും അതുപോലെ തന്നെ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയും ഒക്കെ ഇതുപോലെ മറ്റ് ജാതികളിൽ നിന്ന്, പ്രത്യേകിച്ചും താണ ജാതികളിൽ നിന്നുണ്ടായിരുന്ന ആളുകളെ സുവിശേഷം പ്രചരിപ്പിച്ച് കൺവേർട്ട് ചെയ്ത് സുറിയാനി ക്രിസ്ത്യാനികളാക്കി. പക്ഷെ സുറിയാനിക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മുടെ കളറില്ലാത്ത, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരെല്ലാം നമ്മുടെ പള്ളിയിൽ വന്നാൽ ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? അങ്ങനെ വന്നവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പള്ളികൾ പണിതു. പണ്ട് അവരെയൊക്കെ ക്രിസ്ത്യൻസ് ആയിട്ട് പോലും നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് പത്രോസ് പുലയൻ, മർക്കോസ് കുറവൻ, ഇങ്ങനെയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം മിഷൻ പള്ളികൾ. ഇപ്പൊ ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിഷൻ പള്ളിയിൽ ഞായറാഴ്ചകളിൽ മിഷന് പോയിട്ടുണ്ട്, ഒരു കുറച്ച് ആഴ്ചകളിൽ. ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. ചില വൈദികർ, എല്ലാവരും അല്ല, ചില വൈദികർ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുകയില്ല. കാരണം ഓർത്തഡോക്സ് സഭയുടെ മക്കളായിട്ട് പോലും ഇപ്പോഴും അവരെ ആ ഒരു ക്ലാസ് കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്കാങ്കുന്ന് പത്തനംതിട്ട ബേസിൽ ദേറായുടെ അടുത്ത് പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി സഭയിലേക്ക് ചേർത്ത കുറേയധികം കുടുംബങ്ങളുണ്ടായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വൈദികനായ സമയത്ത് 40 വയസ്സിന് മുകളിൽ പെൺകുട്ടികൾ വിവാഹിതരാകാതെ നിൽക്കുകയാണ്. കാരണം അവരെ വിവാഹം കഴിക്കുവാൻ ഓർത്തഡോക്സ് സഭയിൽ ആളില്ല. അവർക്കൊക്കെ കൺവേർഷന് മുമ്പുണ്ടായിരുന്ന പ്രിവിലേജസ്, ഗവൺമെന്റ് പ്രിവിലേജസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇങ്ങനെ നമ്മുടെ സഭയിൽ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, പരുമല തിരുമേനിയും ഇത് ചെയ്തതിന്റെ കാരണം ഒരു പ്രത്യേക അജണ്ടയല്ല, ഒരു അജണ്ടയെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമായും അവരെ എല്ലാവരെയും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ള സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു തിരുമേനിയുടെ ലക്ഷ്യം. മൂന്നാമത് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കീപ് വൺസെൽഫ് അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ്, പ്യൂരിറ്റി ഇൻ ലൈഫ്.
വിശുദ്ധിയുടെ ഒരു ജീവിതമായിരുന്നു. നമുക്ക് മുമ്പാകെയുള്ള ഇന്ന് ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മുമ്പേ പറഞ്ഞ പോലെ ധാരാളം പരീക്ഷണങ്ങൾ നമുക്കുണ്ട്. അത് നമ്മുടെ സാറ്റർഡേ സൂത്താറ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ലോർഡ് ഗാർഡ് ദ ഡോർസ് ഓഫ് മൈ ലിംസ് ദാറ്റ് ലൈ ഓപ്പൺ ലെസ് ദ ട്രഷർ ഓഫ് യുവർ ഗിഫ്റ്റ്സ് ബി സ്റ്റോളൻ. കർത്താവേ, എൻ്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. ഇതാണ് പ്രാർത്ഥന. നമ്മുടെ ശരീരത്തിന്റെ തുറക്കപ്പെട്ട വാതിലുകൾ ഏതൊക്കെയാണ് അല്ലേ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, 5 സെൻസസ്. ഇത് ലോകത്തേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു പിടിച്ചാല് എന്ത് പറ്റും? ലോകം ഇനി ഉള്ളിലോട്ട് കടന്നുകൊണ്ടിരിക്കും. അത് കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്മെല്ലിലൂടെ, ടേസ്റ്റിലൂടെ, അതുപോലെ തന്നെ സ്പർശനത്തിലൂടെ എന്ന് വേണ്ട, ലോകം വല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബോട്ട് അല്ലെങ്കിൽ വള്ളം എന്ന് പറയുന്നത് വാട്ടറിൽ, വെള്ളത്തിൽ കിടക്കേണ്ടതാണ്. പക്ഷെ ബോട്ടിനകത്ത് വെള്ളം കയറിയാൽ എന്നാ പറ്റും? ബോട്ട് മുങ്ങും എന്ന് പറയുന്ന പോലെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ്. പക്ഷേ ലോകം നമ്മുടെ ഉള്ളിൽ കടന്നാൽ എന്ത് പറ്റും? ആ ഉള്ളിൽ കിടക്കുന്ന ഡോഴ്സ് ഏതാണ്? നമ്മുടെ 5 സെൻസസ് ആണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് ഈ വാതിലുകൾക്കൊക്കെ കാവൽക്കാരെ, ഗാർഡിയൻ ഏഞ്ചൽസ് വേണമെന്നാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും ഈ ഐലിഡ്സ്, നമുക്ക് കൺപോളകൾ തന്നിട്ടുള്ളത് എന്തിനാണ്? തുറന്നു പിടിക്കാൻ മാത്രമാണ്, അടച്ചു പിടിക്കാൻ കൂടെയല്ലേ. ചില വീടുകളിലൊക്കെ ചെല്ലുന്നുണ്ടേ ഞാൻ ഒരു 3 കുരങ്ങന്മാരുടെ പ്രതിമ കണ്ടിട്ടുണ്ട്. ഒരു കുരങ്ങൻ കണ്ണ് പൊത്തിയിരിക്കുകയാണ്, ഒരു കുരങ്ങൻ ചെവി പൊത്തിയിരിക്കുകയാണ്, ഒരു കുരങ്ങൻ വായും പൊത്തിയിരിക്കുകയാണ്. ഇതൊന്ന് അടയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. തിരുമേനിയൊക്കെ ഈ സൈലൻസിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വിശുദ്ധിയിലേക്കുള്ള മാർഗമായി. അവിടെ ലോകം ഉള്ളിലേക്ക് കടക്കാതെ അവർ സൂക്ഷിച്ചു. അവരുടെ കാഴ്ചകളെ അവർ നിയന്ത്രിച്ചു. തുമ്പമണാണെന്നാണ് തോന്നുന്നത് തിരുമേനിയെ സ്വീകരിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു സ്ത്രീ തിരുമേനിയെ ആകർഷിക്കത്തക്ക വിധത്തിൽ അണിഞ്ഞൊരുങ്ങി അവിടെ നിന്നു. തിരുമേനി അവരെ ശപിച്ചു എന്നാണ് പറയുന്നത്. ആ കുടുംബം പോലും നശിച്ചു പോയി. നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ആകർഷണങ്ങളുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ലോകത്തിലേക്ക് തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയുന്നില്ല, അശുദ്ധരായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ആണെന്നല്ല ഞാൻ പറയുന്നത്. ലോകത്തിൽ ധാരാളം ടെംപ്റ്റേഷൻസ് ഉണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില അടയ്ക്കപ്പെടലുകളൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ തിരുമേനിയുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, നാവിനെ അടക്കി, അധികം സംസാരിക്കുകയില്ല, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം, ദൈവത്തോട് സംസാരിക്കുവാൻ കൂടുതൽ സമയം. അതിന്റെ അർത്ഥം തിരുമേനി ഭരണം നിർവഹിച്ചില്ല എന്നുള്ളതല്ല. തിരുമേനി ഡയസിഷൻ മെട്രോപൊളിറ്റനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭദ്രാസന ആസ്ഥാനം എന്നൊക്കെ പറയും. പരിമലയൊക്കെ കഴിഞ്ഞാല് ചില പള്ളികളിൽ പോയാൽ ദിവസങ്ങളോളം അവിടെ അങ്ങ് താമസിക്കുക. തിരുമേനിയുടെ പഴയ കൽപ്പനകളൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഞാനിപ്പോ ഇവിടുന്ന് ഒരു കൽപ്പന ഇറക്കിയാൽ എൻ്റെ എല്ലാ കൽപ്പനയും ഇന്ന തീയതി ബാംഗ്ലൂർ ഓർത്തഡോക്സ് അരമനയിൽ നിന്നെന്നാണ്. പക്ഷെ പരിമല തിരുമേനിയുടെയൊക്കെ കൽപ്പന പരിശോധിച്ചാൽ അറിയാം, ഇന്ന തീയതിയിൽ തുമ്പമൺ സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും. അവിടെ താമസിക്കുക, 2 ആഴ്ച അല്ലെ 1 മാസമൊക്കെ അങ്ങ് താമസിക്കുക. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഒരു ശാന്തതയുടെ അന്തരീക്ഷം നമുക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ, സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരെ സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് എഡ്യൂക്കേഷൻ നൽകുവാനും
അവർക്ക് പ്രിവിലേജസ് ഉണ്ടാകുവാനായിട്ടുള്ള തിരുമേനിയുടെ ഒരു പരിശ്രമത്തെ നമ്മൾ കാണാതെ പോകരുത്. മൂന്നാമത്തേത്, ജീവിതത്തിന്റെ സ്വന്തം ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കും. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും വിശുദ്ധി, കാഴ്ചയുടെ വിശുദ്ധി, കേൾവിയുടെ വിശുദ്ധി, സ്പർശനത്തിന്റെ വിശുദ്ധി, ഇതെല്ലാം തിരുമേനിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം നേടിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ആമുഖ വാക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, ബയോഗ്രഫി ഒന്നും പറയുവാനായിട്ടില്ല ശ്രമിച്ചത്. തിരുമേനി ജീവിച്ച ജീവിതത്തിന്റെ ആധ്യാത്മിക തലത്തിൽ അദ്ദേഹം അത് വളരുവാനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. നമുക്കെല്ലാവർക്കും വളരെ അഭിമാനത്തോടെ നമ്മൾ പറയും ഞങ്ങൾക്ക് പരിമല തിരുമേനി ഉണ്ടെന്ന്. പക്ഷെ അത് മാത്രം പോരാ. നമുക്ക് അദ്ദേഹത്തെ പോലെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞാൻ കർത്താവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുകയും. അപ്പൊ നമുക്ക് അങ്ങനെ തിരുമേനിയുടെ വിശുദ്ധിയെ കുറിച്ചൊന്ന് ധ്യാനിക്കുവാൻ, കുറച്ചെങ്കിലും നമുക്ക് ആ വിശുദ്ധി ജീവിതത്തിൽ പ്രാപിക്കുവാനും ഒക്കെ നമുക്ക് ഇടയാകണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തിരുമേനി ആയാലും നാം ആയാലും എല്ലാവരും നമുക്കൊരു ഫൈനൽ ഡെസ്റ്റിനി, ഫൈനൽ ഗോൾ ഉണ്ട്. അതെന്താണ്? ഡെയിഫിക്കേഷനാണ്. ദൈവത്തെ പോലെ ആകുവാനായിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ അദ്ദേഹം അനുവർത്തിച്ച, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വഴി വേണം. ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ആ വഴി രണ്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ വിശാലമായ വഴിയുണ്ട്, അത് നാശത്തിലേക്ക് പോകുന്നതാണ്. നിത്യജീവനിലേക്ക് പോകുന്ന വഴിയുണ്ട്, അത് ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്. തിരുമേനിയൊക്കെ യാത്ര ചെയ്ത വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിരുന്നു. പക്ഷെ അത് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുവാനായിട്ടിടയായി. അദ്ദേഹത്തിന്റെ ജീവിതം പ്രശോഭിച്ചു, വിശുദ്ധനായിട്ട് മാറി. അപ്പൊ നമുക്കും ഇതൊരു മോഡലായിട്ട് സ്വീകരിക്കുവാൻ കഴിയുമോ? അതോ എല്ലാ വർഷത്തെ ഒരു സെലിബ്രേഷനെ പോലെ, അല്ലെങ്കിൽ നാട്ടിലൊന്ന് പോകുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പരിമലയൊന്ന് പോയി ഒരു നേർച്ചയൊക്കെ ഇട്ട് പോകുന്നതിന് അങ്ങേപ്പുറത്തേക്ക് പരിമല തിരുമേനി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അല്പസമയം കൂടെ നമ്മൾ പുതിയ വിഷയങ്ങളൊക്കെ അതിനകത്ത് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. തിരുമേനിയുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഉപവാസത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഊർശലേം യാത്രാ വിവരണത്തെക്കുറിച്ച് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാളത്തിലുള്ള ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം പരിമല തിരുമേനി എഴുതിയതാണ്. അപ്പൊ അദ്ദേഹം ഒരു സാഹിത്യകാരനുമായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ലെവലിൽ മാത്രമേ പരിമല തിരുമേനിയെ നമ്മളിപ്പോ കാണുന്നു. ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച ഒരു മനുഷ്യനായിട്ട് മാത്രം, ഒരു പിതാവായിട്ട് മാത്രമാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ ഊർശലേം യാത്രാ വിവരണം തന്നെ വളരെയധികം സെമിനാറുകൾ, ചർച്ചകളൊക്കെ നടന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് അദ്ദേഹം യെരുശലേമിലേക്ക് യാത്ര ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അവസാനം പറയുന്നുണ്ട്, അല്പമെങ്കിലും സാധ്യതയുള്ള എല്ലാവരും നമ്മുടെ കർത്താവ് നടന്ന ആ നാട്ടിൽ പോയി കാണണമെന്നും സന്ദർശിക്കണമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഈ കോവിഡൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, ഇപ്പൊ എന്നെ കേൾക്കുന്നവർ തന്നെ പലരും അവിടെയൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെ പോകുമ്പോഴും നമ്മളിതൊരു ടൂർ പോലൊക്കെയാണ് പലപ്പോഴും പോകുന്നത്. തിരുമേനിയൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ആ പുസ്തകം വായിച്ചാൽ നമുക്ക് വളരെയധികം ധ്യാനാത്മകമായിട്ട് ആ പുസ്തകത്തിലൂടെ ആ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ തിരുമേനിയൊക്കെ അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തിരുമേനി വ്യാപിച്ചിരുന്ന ഒരാളാണ്. അതിലേറ്റവും പ്രധാനമായും അദ്ദേഹം ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു പിതാവാണ് എന്നുള്ളതാണ്. അതിന് നമുക്കൊരാഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച വാക്കുകളെ ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. പ്രതീക്ഷയോടെ നിങ്ങൾ ചില ചോദ്യങ്ങളും ഒക്കെ ചോദിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ആർക്കെങ്കിലും തിരുമേനിയോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ബൈജു, ഇതൊക്കെയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്നിൽ നിന്ന്? ജോനോയെ? തീർച്ചയായിട്ടും. അതെ തിരുമേനി.
തിരുമേനി ആ തിരുമേനി എനിക്ക് ചോദിക്കാനുള്ളത്, പരിമല തിരുമേനിയുടെ കാലത്ത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള വെസ്റ്റേൺ മിഷണറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സപ്രഷൻസ് ഒക്കെ സഹിക്കേണ്ടി വന്നു. എന്നിട്ടും പരിമല തിരുമേനിക്ക് ചേർച്ചിനെ ഒരുപാട് നറിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ അങ്ങയുടെ അഭിപ്രായത്തിൽ ഞങ്ങളോട് എന്താണ് അഡ്വൈസ് ചെയ്യാനായിട്ടുള്ളത്? ഹൗ ഡു വി നറിഷ് അവർ ചർച്ച് മോർ? ഈ തിരുമേനിയെ പോലുള്ള സഭാപിതാക്കന്മാരെ എല്ലാവരെയും നോക്കിക്കൂ. നമുക്ക് പ്രത്യേകിച്ചും തിരുമേനിയുടെ കാലമൊക്കെ ആയപ്പോഴേക്കും പ്രധാനമായും 3 സ്ട്രീംസ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. ഒന്ന് ഓർത്തഡോക്സി, 2 കാത്തലിസം, മൂന്നാമത്തേത് പ്രൊട്ടസ്റ്റന്റിസം. ഈ 3 സ്ട്രീമില് പരിമല തിരുമേനിക്കാണെങ്കിലും പലർക്കാണെങ്കിലും ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി. എന്താണ് ദ ലൈഫ്? ഓർത്തഡോക്സി എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫാണ്, അതല്ലാതെ കുറെ തിയറി മാത്രമല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സി എന്ന് പറയുന്നത് എന്താ? പ്രേയിങ് ഫോർ ദ ഡിപ്പാർട്ടഡ്, അല്ലെങ്കിൽ ബാപ്റ്റിസം ഓഫ് എ ചൈൽഡ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് അങ്ങനെയല്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് which is very close to the life of Jesus Christ and the apostles. അപ്പൊ അത് അവർ മുറുകെ പിടിച്ചു. അത് മുറുകെ പിടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർ വിശുദ്ധരായിട്ട് മാറി. അന്ന് മാത്രമല്ല, ഇന്നും ഈ നമ്മുടെ CMS മിഷണറിമാരുടെ ഇൻഫ്ലുവൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റന്റ് പെന്റക്കോസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഈ സഭയെ രക്ഷിച്ചു നിർത്തിയ ഒരേ പ്രധാന കാര്യം പരിമല തിരുമേനിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിമല തിരുമേനി എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ ഈ സഭയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ കബറിടം ഇന്ന് പരിമലയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മൾ ഇതിലും വലിയ പ്രതിസന്ധിയിൽ വന്നു ചേർന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ പറയുന്ന ഒരു ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫ് നമ്മൾ തിരികെ പിടിക്കണം. ഇന്ന് നമ്മൾ നെയിംസേക്കിന് ഓർത്തഡോക്സുകാരാണ്, പക്ഷെ ലൈഫ് ഇല്ല. ഞാനത് പറയുന്നത് എന്നോട് ക്ഷമിക്കണം. നമുക്ക് പൊതുവെ നോക്കിയാൽ, പ്രത്യേകിച്ച് മറ്റ് ഓർത്തഡോക്സ് സഭകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമുക്ക് ആ ഒരു വേ ഓഫ് ലൈഫ് കൊണ്ട് പ്രഥമമായി ചെയ്യേണ്ടത് അതാണ്. ഓർത്തഡോക്സുകാരെല്ലാവരും ആ ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫിലേക്ക് തിരിച്ചു വരണം. രണ്ടാമത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയോടുള്ള നമ്മുടെ ഒരു സ്നേഹം. എനിക്ക് പറയുന്ന പള്ളി ഭക്തരുണ്ട്, പള്ളിയോടാ. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഭയിലെ കാര്യം എന്താ? ഈസ്റ്റ് മഹാ ഇടവകയാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പള്ളി ഭക്തരുണ്ട്, പിന്നെന്തുവാ ഉള്ളത്? സമുദായ ഭക്തരുണ്ട്. ഇപ്പൊ ഒത്തിരി പേര് ഈ സമുദായത്തിന് വേണ്ടി, അത് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ദൈവഭക്തരുണ്ട്. ഇതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ജീവിത ശൈലി തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് സഭാഭക്തരാവുക എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സഭയുടെ കൂദാശകൾ, സഭയുടെ പ്രാർത്ഥനകൾ, നോമ്പുകൾ ഒക്കെ. ഈ അടുത്ത വെള്ളിയാഴ്ച എനിക്ക് എൻ്റെ തന്നെ വേണ്ടപ്പെട്ട, ഞാൻ നാട്ടിലോട്ട് ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മാമോദീസ അവർ ക്രമം. അപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാമോദീസ നടത്താം, പക്ഷെ കുർബാന കഴിഞ്ഞ് വെജിറ്റേറിയൻ ഫുഡേ കൊടുക്കാൻ പാടും, വെള്ളിയാഴ്ച നോമ്പാണ്. അപ്പൊ എന്നോട് എൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ആള് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? തിരുമേനിക്കും അച്ഛന്മാർക്കും ഞങ്ങൾ വെജിറ്റേറിയൻ തരാം, ബാക്കിയുള്ളവർക്ക് നോൺ വെജ് കൊടുത്തോട്ടെ. ഞാൻ പറയാം, നമ്മുടെ സഭാ ജീവിതത്തെ കുറിച്ച്, സഭാഭക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആധ്യാത്മിക, ഞാൻ പറഞ്ഞു ഞാൻ ഈ ബാപ്റ്റിസത്തിന് വരത്തില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഇപ്പൊ നിർബന്ധിച്ച് എന്തായാലും വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞ് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല ഞാൻ പോന്നു കഴിയുന്നോണ്ട് എന്തോ കൊടുക്കുന്നതെന്നോ. ഇതാണല്ലോ പല വീട് കൂതാശയ്ക്കും സംഭവിക്കുന്നത്. തിരുമേനി അച്ഛനും ഒക്കെ ഇനി പോന്നു കഴിയുന്നുണ്ടെങ്കിൽ കൂതാശ കഴിഞ്ഞ് എന്തൊക്കെയാ അവിടെ കൊടുക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം, ഇതൊക്കെ നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സഭയെ നറീഷ് ചെയ്യുവാനും നർച്ചർ ചെയ്യുവാനും നമുക്ക് കഴിയുകയുള്ളൂ. ഇതല്ല എങ്കിൽ ഇപ്പോൾ നെയിം സേക്ക് നമ്മളെല്ലാവരും ഓർത്തഡോക്സുകാരാണെന്ന് ഞാൻ എപ്പോഴും തമാശ രൂപത്തിൽ സീരിയസ് ആയിട്ടും പറയാറുണ്ട്. എല്ലാവരുടെയും കുടുംബചരിത്രമൊക്കെ കൈ കാണുമല്ലോ, എല്ലാവരും വലിയ കുടുംബത്തിലെയാണ്. നമ്മുടെ കുടുംബചരിത്രത്തിന്റെ പ്രിഫേസും
ആദ്യത്തെ അധ്യായമൊക്കെ നോക്കിയാൽ അറിയാം, നമ്മുടെ വല്യപ്പൻ തോമസ് ലീഗ വെള്ളം തെറിപ്പിച്ചപ്പോൾ കരയ്ക്ക് നിന്ന പാർട്ടിയാണ്. എല്ലാവരുടെയും കുടുംബചരിത്രത്തിന്റെ പ്രധാന കണ്ടന്റ് അതാണല്ലോ. അങ്ങ് എന്താ പകലോ മറ്റോ അല്ല കൂടുതലും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ആധ്യാത്മിക ചൈതന്യത്തോടു കൂടി നമ്മുടെ ഭവനങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, നമ്മുടെ പള്ളിയിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പൊ വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിക്കാൻ വരുന്നതിന്റെ പ്രിപ്പറേഷൻ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച്. എനിക്ക് നിങ്ങളെ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ടൊക്കെ, പക്ഷെ ഇതെല്ലാം വളരെ കാഷ്വലായിട്ട് വന്നിട്ട് നമുക്ക് ഈ സഭാ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, ഞാൻ ഒരല്പം എലാബറേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ നർച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ let us live the life. Let us walk the talk, not talk the talk. ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ ഞാനിപ്പം 3/4 മണിക്കൂറായിട്ട് സംസാരമാണ് അല്ലേ. സംസാരമുണ്ട്, ക്ലാസ് ഉണ്ട്, എന്തൊക്കെ ഡിസ്കഷൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം നടക്കുന്നില്ല. എന്താ? ലൈഫ് മാത്രം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചു പേരെങ്കിലും ഒക്കെ, എല്ലാവരും തന്നെ വരണം എങ്കിലും കുറെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നവര് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ഉത്തരം. താങ്ക് യു തിരുമേനി. തിരുമേനി, എനിക്കൊരു ചോദ്യം. ചോദിച്ചു. അതായത് പരുമല തിരുമേനിയുടെ ജീവിതം ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഈ തിരുമേനി നമുക്ക് കാട്ടിത്തന്ന ഒരു ജീവിത വിശുദ്ധിയുണ്ട്. അത് ഇന്നത്തെ സഭാതലത്തിൽ, അത് അങ്ങ് ഉൾപ്പെടുന്ന പിതാക്കന്മാർ തൊട്ട് താഴേക്കിടെ ഉള്ളവർ വരെ അത് പാലിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊരു പല ഡിസ്കഷനിൽ അത് വരുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താണ് നമുക്ക് ലാക്ക് ആവുന്ന ഒരു പോയിന്റ്, നമ്മുടെ സഭയിൽ ഇന്ന് ലാക്ക് ആവുന്ന ആ ഒരു കാര്യം എന്താണെന്നാണ് തിരുമേനിയുടെ അഭിപ്രായത്തിൽ? നല്ലവരായ നിങ്ങളുടെ മക്കളെ സഭയിലെ പുരോഹിതരാക്കാൻ വിടുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഞങ്ങളെ പോലെയുള്ള വളരെ വീക്കായിട്ടുള്ള ബലഹീനരായിട്ടുള്ളവരെ മാത്രമായിട്ട് വന്നതുകൊണ്ട്, എല്ലാവരും ഒന്നുമില്ല, എന്നാലും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ അമേരിക്കയിലുള്ള എൻ്റെ തന്നെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, ആ വീട്ടില് ആ ഭിത്തിയുടെ മേളില് ഏറ്റവും മുകളിൽ കുരിശ്, അതിൻ്റെ താഴെ ഓം, അതിൻ്റെ താഴെ ചന്ദ്രക്കല. ഇത് മൂന്ന് റിലിജനെ റെപ്രസെന്റ്. ഞാനപ്പോൾ ചോദിച്ചു, ഇതെന്തുവാ, വല്ല സർവമത സമ്മേളനം വല്ലോ ആണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ഈ ബൈജു പറഞ്ഞ പോലെ കുറെ കാര്യം, നിങ്ങൾ തിരുമേനിമാർ അങ്ങനെയല്ലേ, വലിയ മാല ഇട്ടോണ്ടല്ലേ നടക്കുന്നത്, എപ്പിടിയാന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ, അങ്കിളിന് 2 ആൺമക്കളാവുള്ളൂ. ഞാൻ പറഞ്ഞ അതില് അങ്കിളിന്റെ പ്രതീക്ഷ അനുസരിച്ച് ഒരുത്തനെ അങ്ങ് അച്ഛനാക്കുക. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, മൂത്തവൻ എഞ്ചിനീയറിങ്ങിന് ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു, 2ാമത്തവൻ മെഡിസിന് പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ നന്നാകുന്നത്? ഞങ്ങൾക്ക് ബലഹീനതയുണ്ട്. ഇനി നന്നാക്കണമെങ്കിൽ 2 മാർഗമാണുള്ളത്. ഒന്ന്, ഈ പ്രസന്റ് ജനറേഷൻ ഇൻക്ലൂഡിങ് മീ, ഞങ്ങൾ നന്നാവുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട, നന്നായേ പറ്റത്തുള്ളൂ. 2ാമത്തെ ഓപ്ഷൻ എന്നാണ്? ജീവിത വിശുദ്ധിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കളെ ഈ മേഖലയിലേക്ക്, ലീഡർഷിപ്പിലേക്ക് വിടുക എന്നുള്ളതാണ്. വി ആർ എക്സ്പെക്ടിങ് എ ചേഞ്ച് ഫ്രം സംവെയർ. എവിടുന്നാ വരേണ്ടത്? അതുകൊണ്ട് എനിക്ക് അതിന് നൽകാനായിട്ടുള്ള, ഞാനതിനെ ഒരു ഡിഫെൻസീവായിട്ട് സംസാരിക്കുകയല്ല. തീർച്ചയായിട്ടും വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ട്. അതും ഞാൻ പറയും, ജനറലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ലെസ് പെർസെൻറ്റേജ് ഉണ്ട്. കോളിനെ കുറിച്ച്, വിളിയെ കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്ന കുറച്ചു പേര് ഉണ്ടാകും. എങ്കിലും മജോറിറ്റി ദൈവത്തിന്റെ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. പക്ഷെ ഇനിയും വരുന്നവരെ നമുക്ക് തീർച്ചയായിട്ടും ആ നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭവനങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ വന്നേ പറ്റുകയും, അല്ലെങ്കിൽ ഇനിയും അതല്ലാതെ വരുന്നവരും ഈ പറയുന്ന പാത പിന്തുടരാനല്ലേ സാധ്യത. പിന്നെ ഇതൊരു വിളിയാണ്, ഒരു പണിയല്ലെന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്ത് വരണം. ഇതൊരു കോളാണ്, അതല്ലാതെ ഒരു ജോബല്ല. അപ്പൊ ആ നിലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. താങ്ക് യു തിരുമേനി. എനിക്കറിയത്തില്ല ഞാൻ ഉത്തരം കൃത്യമായിട്ട് തന്നോ ഇല്ലയോ എന്ന്. ഞാൻ വീണ്ടും പറയുന്നു,
ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടിയാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അതിനകത്ത് നല്ല കുറേ അധികം കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഞാൻ പറയും, ഇത് വന്നതോടുകൂടി ജീവിതം മുഴുവൻ ഉൾട്ടായ തിരിഞ്ഞെന്ന് ഞാൻ പറയും. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ ദയവായിട്ട് തിരുമനസിനോട് ചോദിക്കാം. എന്നെ കേൾക്കുന്ന നമ്മൾ വലിയ പ്രാർത്ഥനക്കാരൊന്നും ആകണ്ട. ഇന്നൊരു തീരുമാനം എടുക്കാമോ? രാവിലെയും വൈകിട്ടുമെങ്കിലും കുടുംബമായിട്ട് ഒരു കൗമായെങ്കിലും ചൊല്ലി, വിശ്വാസ പ്രമാണവും ചൊല്ലി, ബാക്കിയെല്ലാം ചൊല്ലണം. പക്ഷെ ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും മിനിമം രാവിലെയും വൈകിട്ടും കുടുംബമായിട്ട് ഒരു കൗമായും വിശ്വാസ പ്രമാണവും ചൊല്ലി ഒരു സങ്കീർത്തനമെങ്കിലും ഒന്ന് വായിക്കാനായിട്ട് തയ്യാറാണ്. ഇവിടെ എന്നെ കേൾക്കുന്ന എത്ര പേരുടെ വീട്ടിലുണ്ട് ഒരു കുടുംബ പ്രാർത്ഥന റെഗുലറായിട്ട് രാവിലെയും വൈകിട്ടും? നമ്മൾ പരിമല തിരുമേനിയെ പോലെ ഒന്നും വിശുദ്ധരാകണ്ട, പക്ഷെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഉള്ള ബേസിക് കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യണ്ടേ? അതിന് വില്ലിങ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചവർക്ക് ഇനിയും ചോദിക്കാം. I please request everybody to switch on the videos. At least Tirumeni can see all of you. ഞാൻ സ്ക്രീനെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. രണ്ടു പേരുടെ മുഖമൊക്കെ കാണാം. അല്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആരെങ്കിലും ഒരു ചോദ്യമൊക്കെ ചോദിക്കും. തിരുമേനി, പ്രായമുള്ളവർക്ക് ചോദ്യം ചോദിക്കാമോ? ചോദിക്കാമല്ലോ. കുഴപ്പമില്ല. അല്ല, ഞാൻ വർഗീസ്, MP വർഗീസാണ് ഇടവകയിൽ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ തിരുമേനി ഇപ്പൊ പറഞ്ഞു പിതാക്കന്മാരുടെ തലത്തില് അല്ലെങ്കിൽ വേറെ ഒരാളിനെ ഓൾട്ടർനേറ്റീവ്, ഒരു വീട്ടിൽ നിന്ന് ഒരാളെ പൗരോഹിത്യത്തിന് വിടുകയാണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു. പക്ഷേ സമകാലീനമായി നമ്മളുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുണ്ട്. അതിൽ എന്തുകൊണ്ടൊന്ന് ഫോക്കസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ വരുന്നത്. ഓക്കെ, അതൊരു ലോങ് ടേം ആണ് തിരുമേനി പറയുന്നത്. അതായത് എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കൊണ്ട് ഈ സാമ്പത്തികമായ ധനപരമായ ഇടപാടലുകളിൽ നിന്ന് കഴിയുമെങ്കിൽ മേൽപ്പെട്ടക്കാരും വലിയ അവകാശം എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൈവം അവകാശപ്പെടുന്നവര് അതൊന്ന് എന്ന് പറഞ്ഞാൽ കൊണ്ട് അതിൽ നിന്നൊന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് ദൈവം അനുഗ്രഹമായിട്ട് കരുതത്തില്ലേ? അത് കൈകാര്യം ചെയ്യാനെ കൊണ്ട് കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും വിശ്വാസികളുമായ സഭാമക്കൾ നമുക്കില്ലേ? അതിനെ എങ്ങനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാം? കാരണം ഈ സാമ്പത്തികവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒരു യഥാർത്ഥ ദൈവത്തിന്റെ അഭിഷക്തൻ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഈ സന്യാസ വ്യക്തിക്കായിട്ടിറങ്ങിയ ആ വ്യക്തികൾ അത് ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചിന്താക്കുഴപ്പമുണ്ട്. അത് എങ്ങനെ മാറ്റിയെടുക്കാം? അതാണ് ഒരു ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഈ അധികാരത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ പേഴ്സണലായിട്ട് മാത്രമുള്ള ഒരു അഭിപ്രായമല്ല. അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു വലിയ ഭാരമുണ്ട്. ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനെ കൊണ്ട് നോക്കാമെങ്കിൽ അത് തന്നെ ഒരു വലിയ ഒരു എന്താ പറഞ്ഞ ഒരു മെസ്സേജ് ആയിരിക്കത്തില്ലേ സമൂഹത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അല്ല, അതെ, തീർച്ചയായിട്ടും സന്യാസി എന്നുള്ള നിലയിലാ പറയുന്നത്. പക്ഷെ ഒരു മെത്രാപ്പൊലീത്ത എന്ന് പറയുമ്പോൾ ഭരണവും ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായിരുന്നു. ഞാനിവിടെ ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ, ഞാൻ വീണ്ടും ഒരു ഡിഫെൻസീവ് മെക്കാനിസം പറയുകയല്ല, ഞാൻ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായിട്ട് വന്നപ്പോൾ ഈ അരമനയൊക്കെ പണിയുവാനും മറ്റു കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറെ സമയം കൂടെ പ്രാർത്ഥിച്ചൊക്കെ ഇവിടെ ഇരുന്നേനെ. തീർച്ചയായിട്ടും ഇരുന്നേനെ. എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഇപ്പോഴാണെങ്കിലും കുറച്ച് ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സൈലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്.
പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മേളിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ നമുക്ക് മറ്റൊരു ഡയസിന്റെ കാര്യം നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞോളൂ, തിരുമേനി ഇന്നത് ചെയ്യണ്ട എന്നുള്ളത് പറഞ്ഞു നോക്കാം. ഞാനപ്പോൾ അതിന് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കാം. കാരണം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കൽപ്പന തന്നു വിട്ട് ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ മെത്രാപ്പോലിത്തയാണ്. ഞാൻ ബാംഗ്ലൂർ കത്തീഡ്രൽ പള്ളിയിലാണ് എന്നെ ബാബാ തിരുമേനി അങ്ങോട്ട് വിട്ടത്. അവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ ഞാൻ ചെന്ന് താമസിച്ചു. അന്ന് പി സി ഫിലിപ്പച്ചൻ അറിയാം, ജെയിംസ് അച്ഛനുണ്ട്. ഞാൻ കാലെടുത്ത് വെച്ചാൽ ജെയിംസ് അച്ഛൻ്റെ മുറിയിലോട്ടാണ് ഞാൻ കാലെടുത്ത് വെക്കുന്നത്. വെളിയിലോട്ട് ഇറങ്ങണം. ഒരു ഗസ്റ്റ് വന്നാൽ അവരെ ഇരുത്തണമെങ്കിൽ അച്ഛൻ്റെ മുറിയിലാണ്. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചു ഇനി ഇവിടെ താമസിക്കാനൊക്കെ ഇല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ഭദ്രാസനം എന്നാൽ തിരുമേനി വന്നപ്പോൾ അല്ലെങ്കിൽ തിരുമേനി ഉള്ളപ്പോൾ തിരുമേനിക്കൊന്ന് താമസിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകണമെന്നുള്ളത് ഒരു ഡയോസിസിന്റെ ഭാഗമാണ്. ഇനി അത് വേണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. വസ്തു വാങ്ങിക്കണ്ട, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകണ്ട. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, എത്രയോ ആളുകൾക്ക് സഹായം എത്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് പേഴ്സണലി സ്പീക്കിംഗ്, ഞാൻ MGOCSന്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് പിരിവിൽ ഡിഗ്രി എടുക്കാനായിട്ട് തുടങ്ങിയത്. അവിടെ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഞാൻ പിരിവിന്റെ കാര്യത്തിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ, ഇത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ഞാനത് പി സി ഫിലിപ്പച്ചൻ പലപ്പോഴും എന്നോട് പറയേണ്ടത് തിരുവേനി അങ്ങനെ പറയരുതെന്ന്. ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ സ്ഥിരമായി നിൽക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനവും ഒരു അരമനയും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് വർഗീസിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. പക്ഷെ വാട്ട് ഈസ് ദ അതർ ഓപ്ഷൻ? അപ്പൊ ഇനി അടുത്തൊരു തിരുമേനി വന്ന ഈ ഇതെല്ലാം വിറ്റാൽ എന്ത് ചെയ്യും? അല്ല, അത് അറിയത്തില്ല. അല്ല, പക്ഷേ തിരുമേനിമാരുടെ കംഫർട്ടിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തിരുമേനിമാർക്ക് വേണ്ടിയിട്ടാണ് അരമന ഉണ്ടാക്കുന്നത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചിന്തയോ അത് വളരെ എല്ലാവർക്കും അല്ല, കുറച്ചു പേർക്ക് അത് പൂർണ്ണമായും ശരിയല്ല. നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അതൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഈ മണി, തീർച്ചയായിട്ടും പണം എന്ന് പറയുന്നത് ഗുഡ് ആൻഡ് ഈവിൾ അറ്റ് ദ സെയിം ടൈം. പക്ഷെ നമ്മുടെ ഡയസിസിലെ ഈ കാര്യങ്ങളെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നോക്കിയാൽ ഒരു മെത്രാപ്പോലിത്ത ഒരാളിനെ അപ്രോച്ച് ചെയ്യുന്നതും ഒരു ഐമേനി ഒരാളെ അപ്രോച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ മെത്രാപ്പൊലിത്തമാരെ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങളുടെ കയ്യിലേക്ക് പണം തരികയും അത് ഇനിയും ഞാനത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ഇപ്പോൾ പബ്ലിക്കായിട്ട് പറയണ്ട, പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട് വില്ലിങ് ആണ്. എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ല, എൻ്റെ ചിന്തയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബോധ്യമുണ്ടോ, നിങ്ങൾ കം ടു മീ പേഴ്സണലി ആൻഡ് ടോക്ക് ടു മീ. ഐ വിൽ ഷുവർലി കറക്റ്റ് ഇറ്റ് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനായിട്ട്. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു തിരുമേനി. ഹലോ, പറഞ്ഞോ മോനെ. എന്റെ പേര് പ്രിയ. ഞാനിപ്പോ ഈ ഡിസ്കഷൻ ജസ്റ്റ് മമ്മിയുടെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടത്. എനിക്ക് ചെറിയൊരു സംശയം. ഓക്കെ, ഈ പരിമല തിരുമേനിയുടെ ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓർത്തഡോക്സ് മലങ്കരയിൽ നിന്ന് ഡിക്ലെയർ ആയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് കാത്തലിക്കിലൊക്കെ നോക്കുമ്പോ ഓൾമോസ്റ്റ് ഒത്തിരി സെയിൻസ് ഉണ്ട്, തൗസൻഡ്സ്. എന്താണ് അത് ഒരു സെയിന്റ്ഹുഡിന്റെ ഒരു എന്താ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. തിരുമേനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ശരിക്കും പറഞ്ഞാല് അക്കോർഡിംഗ് ടു ദ ഓർത്തഡോക്സ് ട്രഡീഷൻ, declaration of saint is not in our tradition actually, in the true sense of orthodox tradition. There is no declaration of saints. പക്ഷെ നമ്മൾ മലങ്കരയിലും ഒക്കെ അത് ചെയ്യാറുണ്ട്. പ്രിയ ചോദിച്ചതിനകത്ത് പരിമല തിരുമേനി മാത്രമല്ല, ഒരാളെ കൂടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയും നമ്മൾ
ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ദ ഡെത്ത് 50 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആ പ്രോസസ്സ് ആരംഭിക്കത്തുള്ളൂ. അപ്പൊ അവരുടെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊരു കാത്തലിക് വേർഷനാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്രഡീഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർത്തഡോക്സ് ട്രഡീഷനിൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ധാരാളം സെയിൻസ് ഉണ്ട്. മലക്കരയിലും നമ്മൾ അറിയപ്പെടാതെ പറഞ്ഞാൽ ഇപ്പൊ പാമ്പാടി തിരുമേനി ആരും സെയിന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഹി ഈസ് കൺസിഡർഡ് ആസ് എ സെയിന്റ് ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച്. അപ്പൊ അങ്ങനെ പല ആളുകളുണ്ട്. ഇപ്പൊ ബ്രഹ്മവാറിലെ നമ്മുടെ അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനി, അവിടുത്തെ അച്ഛൻ, ഇവരെയൊക്കെ പീപ്പിൾ കൺസിഡർ ദം ആസ് സെയിന്റ്സ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഡിക്ലെയർഡ് സെയിന്റ്സ്. ഒരുപക്ഷെ ഇനിയും ഡിക്ലെയർ ചെയ്യുമായിരിക്കും, ബട്ട് ഇൻ ദ ട്രൂ സെൻസ് ഓഫ് ഓർത്തഡോക്സ് ട്രഡീഷൻ that is not our procedure. Okay, so നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, മേ ബി നെക്സ്റ്റ് സെയിന്റ് ആരായിരിക്കും ഡിക്ലെയർ ആവുന്നത്. Okay, താങ്ക് യു തിരുമേനി. all right. തിരുമേനി, എൻ്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഈ നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസ പ്രകാരം നമ്മളെ ഇപ്പൊ ക്ലിയർ കണക്ഷന്റെ പ്രശ്നം കണക്ഷൻ അല്ല, തിരുമേനി പറഞ്ഞ പ്രകാരം ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസ പ്രകാരം നമ്മള് സെയിൻസിനെ ഡിക്ലെയർ ചെയ്യാറില്ല എന്നുള്ള ഒരു ഇതിപ്പം തിരുമേനി പറഞ്ഞു. അതെന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ അത് ചെയ്യാത്തത്? എന്താണ് അതിന്റെ വാട്ട് ഈസ് ദ റിയൽ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഫ്രം ദ ഫസ്റ്റ് സെഞ്ചുറി ഓൺവേർഡ്സ് അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിട്ടില്ല. പീപ്പിൾ അക്സെപ്റ്റഡ് സെയിൻസ്. അവരെ ആരും ചർച്ച് ഒഫീഷ്യലി ഡിക്ലെയർ, ആ ട്രഡീഷൻ തന്നെയാണ് ഫോളോ. ഇപ്പൊ മുമ്പ് പറഞ്ഞ സെയിന്റ് ആന്റണി, പക്കോമിയോസ്, ഇവരെ ഒന്നും സെയിന്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ഇതുപോലൊരു പ്രോസസ്സിലൂടെ അല്ലായിരുന്നു. അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് അവർ വിശുദ്ധരായി മാറി. പരിമല തിരുമേനിയൊക്കെ വിശുദ്ധരായതിനു ശേഷമാണ് ഡിക്ലറേഷൻ ഒക്കെ നടന്നത്. പരിമല തിരുമേനി ശരിക്കും പറഞ്ഞാൽ ധാരാളം ആളുകൾക്ക് അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ സഭ ഒരു ഡിക്ലറേഷൻ നടത്തി എന്നുള്ളതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അദ്ദേഹം സെയിന്റ് ആയിരുന്നു. അതാണ് നമ്മുടെ രീതി. അത് ഫ്രം ദ ഫസ്റ്റ് സെഞ്ചുറി ഓൺവേർഡ്സ് അങ്ങനെ എല്ലാവരെയും. ഇപ്പൊ മരുഭൂമിയിലായിരുന്നു പല പിതാക്കന്മാരൊക്കെ ജീവിച്ചിരുന്നത്. മരുഭൂമിയിലേക്ക് ആളുകൾ അങ്ങോട്ട് പോയി അവരെ കാണുകയും അനുഗ്രഹം പ്രാപിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അവർ അറിഞ്ഞു തുടങ്ങി. ഈ മരുഭൂമിയിൽ ജീവിച്ചവരെയൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ആളുകൾ അങ്ങോട്ട് പോയി ആണ് ഇവരൊക്കെ സെയിന്റ് ആയിട്ട് മനസ്സിലാക്കി വന്നത്. ഇതില് ചില ആളുകളെയൊക്കെ മെത്രാപ്പോലിത്താന്മാരായിട്ട് ആക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതായിരുന്നു അതിന്റെ ഒരു രീതി. ഓക്കെ തിരുമേനി, താങ്ക് യു. തിരുമേനി, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. എൻ്റെ പേര് KC വർഗീസ്. പരിമല തിരുമേനി മരിച്ചത് കാലം ചെയ്യുന്നത് നവംബർ 3-നാണെന്നാണ് എൻ്റെ അറിവ്. 1902. പക്ഷെ നമ്മള് ഓർമ്മ പെരുന്നാൾ നടത്തുന്നത് 1-ഉം 2-ഉം ആണല്ലോ. അല്ല, എൻ്റെ അറിവിൽ 2 തന്നെയാണ്. അത് എവിടെയാണ് അത് വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പറയാം. 2 1 2 2-ാം തീയതിയാണോ? 3-ാം തീയതി നവംബർ 3-നല്ലേ കാലം ചെയ്യുന്നത്? അല്ല, എന്റെ റീഡിങ്ങിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും നവംബർ 2 തന്നെയാണ്. ഓക്കെ. ഇനി ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഒരു വിഷയം കൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല, നമുക്ക് ഡെത്തേ ഉള്ള സെലിബ്രേഷൻ? എന്താ കാരണം? അപ്പൊ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് എന്താണ്? ഡേ ഓഫ് ഡെത്ത് ആണ്. അതെ. ഇതെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്? നിങ്ങൾ 2 വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തില് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, the spirit is groaning inside the body to be released and joined with the Lord. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത്യുത്തമല്ല. അപ്പൊ അങ്ങനെ
വിശുദ്ധരായി ജീവിച്ചവരൊക്കെ, പാമ്പാടി തിരുമേനിയുടെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിന്റെ കല്ലറ പണിത് അതിന്റെ മുകളിൽ ഒരു കട്ടിലിട്ടിട്ട് അതേ പോയി കിടക്കുമായിരുന്നു. പ്രിപ്പയറിങ് ഹിംസെൽഫ് ഫോർ ദ ഡെത്ത്. ഇതാണ് നമ്മുടെ, അപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗോയിങ് ബാക്ക് ഓർ ജോയിനിങ് വിത്ത് ദ ലോർഡ്. അതാണ് അത് സെലിബ്രേഷൻ ആയിട്ട് മാറിയത്. അല്ല ബർത്ത്ഡേ ഒരു സെലിബ്രേഷൻ അല്ല. ബർത്ത്ഡേ സെലിബ്രേഷൻ കർത്താവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ബാക്കിയെല്ലാം പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നതെല്ലാം ഡെത്ത് ഡേ ആണ്. ഓക്കെ, താങ്ക് യു തിരുമേനി. ഇനിയുണ്ടോ ചോദ്യം? തിരുമേനി, with your permission, തിരുമേനി, നമ്മള് usually we talk about faith, orthodox faith, but do we really in our church accept the testimony or നമ്മുടെ സാക്ഷികൾ നമ്മുടെ സഭ അത് അംഗീകരിക്കുവോ? നമ്മുടെ ജീവിതത്തിൽ വന്ന സാക്ഷികൾ നമ്മൾ ഒരാളോട് പറയുവാണെങ്കിൽ, പങ്കുവെക്കുവാണെങ്കിൽ, അത് എങ്ങനെയാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭ അതിനെ അംഗീകരിക്കുന്നത്? അല്ല, നമ്മള് സാക്ഷ്യമില്ലെന്ന് പറയത്തില്ല. പക്ഷെ അത് ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റോ പർട്ടിക്കുലർ ഡേയോ മാത്രമല്ല നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ദ ഹോൾ ലൈഫ്. ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിച്ചാല്, ഇന്ന് നമ്മൾ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്തു എന്നുള്ളത് ഒരു മിറക്കിളല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ല വിറ്റ്നസിങ് എന്ന് പറയുന്നത്, സാക്ഷ്യം പറച്ചിൽ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം മറ്റൊരാളോട് അത് പറയണ്ട എന്നുള്ള. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ല, മുമ്പേ പറഞ്ഞ പോലെ ഒരു 3 സ്ട്രീംസ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. അതിലുള്ള ഒരെണ്ണമാണ് ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റന്റ്, അതിൽ തന്നെ പെന്തക്കോസ്റ്റൽസ്. ഈ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സിലൊക്കെ എന്ന് പറയുന്നത്, എനിക്ക് ഒരു അസുഖം വന്നു, കർത്താവ് എന്നെ ജീവിപ്പിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നത് മാത്രമാണ് സാക്ഷ്യം. നമ്മുടെ എന്ന് പറയുന്നത് വിറ്റ്നസിങ് എന്നുള്ള വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. വിറ്റ്നസിങ് എന്ന് പറയുന്നത് ഒരു സംഭവത്തിൽ ബേസ് ചെയ്തല്ല. ദ ഹോൾ ലൈഫ് വി നീഡ് ടു വിറ്റ്നസ്. അതാണ് ക്രിസ്ത്യൻ വിറ്റ്നസ് എന്ന് പറയുന്നത്. ജീവിതം മുഴുവൻ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് മാറുക എന്നുള്ളത്. ആ കൺസെപ്റ്റിലാണ് സാക്ഷ്യത്തെ ഓർത്തഡോക്സ് ചർച്ച് കൺസിഡർ ചെയ്യുന്നത്. അതല്ലാതെ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു, അപ്പൊ സാക്ഷ്യ ജീവിതത്തിനാണ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഓർത്തഡോക്സ് ചർച്ച്. തിരുമേനി, ഞാൻ ചോദിച്ചതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, because I had this doubt, because we always try to, like, I'm sorry if I use the word promote, we always try to like convert people to Orthodox. Like we want more people to come to Orthodox. So അതാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ. ഈ സാക്ഷികൾ നമ്മൾ പറഞ്ഞ്, ഇപ്പൊ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു സാക്ഷി നമ്മൾ പറഞ്ഞു വേണം നമ്മൾ ആൾക്കാരെ ആക്ച്വലി അവരെ to actually make them believe that there is very strong Orthodox belief. I think that is really missing in our church nowadays. ഞാനത് പാർഷ്യലി അംഗീകരിക്കാം. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ പറയുന്ന സഭയിലോട്ട് ആളുകൾ ചേർന്നതെല്ലാം ലൈഫ് കൊണ്ടാണ് കൂടുതൽ. ഈ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ വായിച്ചാൽ അറിയാം, ദിനം പ്രതി ആളുകളെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ടീച്ചിങ്, പ്രസംഗം, കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് വിറ്റ്നസിങ് ലൈഫായിരുന്നു. ഞാനതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത്, ചർച്ചിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഓർത്തഡോക്സ് സഭയെ തന്നെ എടുത്ത് ഈ ലോക്ക്ഡൗൺ കാലത്ത് എത്ര പ്രസംഗം നടന്നു കാണും ഈ സഭയിൽ, എത്ര ക്ലാസ് നടന്നു കാണും? എൻ്റെ ചോദ്യം, നമുക്ക് കൺവേർഷൻ വല്ലതും ഉണ്ടായോ എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു കൺവേർഷൻ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് അതിന് മറ്റേത് വേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മറ്റേത് തീർച്ചയായിട്ടും നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികളോളം പോകണം, എൻ്റെ സാക്ഷികളാകണമെന്നേ അവിടെയും പറയുന്നു. അവിടെയും പറയുന്നത് എൻ്റെ സാക്ഷികളാകണമെന്നാണ്. നിങ്ങൾ സാക്ഷികളായാൽ മതി മറ്റുള്ളവർ ക്രിസ്ത്യാനികളാകും എന്നുള്ളതാണ്. നമുക്ക് സാക്ഷ്യജീവിതം നഷ്ടപ്പെട്ടു, നമ്മുടെ ടീച്ചിങ് നമുക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു, പ്രീച്ചിങ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ്. പക്ഷേ ഈ 21st സെഞ്ചുറി ഈസ് ദ സെഞ്ചുറി ഫോർ ഓർത്തഡോക്സ് ചർച്ച്. മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ കാര്യമല്ല മാത്രം ഞാൻ പറയുന്നത്. 21st സെഞ്ചുറി ഈസ് ദ സെഞ്ചുറി ഫോർ ഓർത്തഡോക്സ് ചർച്ചസ്. ഞാൻ അമേരിക്കയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. യൂറോപ്പിൽ സഭയില്ലാതായി, പക്ഷെ അമേരിക്കയിൽ ധാരാളം ആളുകൾ ഓർത്തഡോക്സ് സഭയിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ഒരു പുതിയ എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തിൽ താഴെ ഉണ്ടെന്ന് അമേരിക്കൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞ തന്നെ ഒരു ചർച്ച് ഇപ്പോൾ ഒറിജിനൽ, അത്
പ്രധാനമായിട്ടും റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച. നമ്മുടെ തന്നെ സഭയിൽ, മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അമേരിക്കയിൽ, ഞാൻ മുമ്പേ പറഞ്ഞ അവരും അതിന് മിഷൻ ചർച്ചസ് എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ മിഷൻ ചർച്ച് അല്ല. ഞാൻ ആ പള്ളിയിലെ 2 പള്ളികളിൽ പോയായിരുന്നു. അപ്പൊ അവിടെ കൊറിയക്കാര്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ അവിടെ കോൺഗ്രിഗേഷൻസും പള്ളികളും ആരംഭിച്ച് നമ്മുടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ അമേരിക്ക, നമ്മുടെ ജനറേഷനിലെ അച്ഛന്മാർ വന്നിട്ട് പ്രത്യേകമായ മിഷൻ നടത്തും. അപ്പൊ ഞാൻ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ആ പള്ളിയിൽപ്പെട്ട കൊറിയയിൽ നിന്ന് കൊറിയക്കാരനായ ഒരാള് ഓർത്തഡോക്സ് സഭയിലേക്ക്, മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് ജോയിൻ ചെയ്ത ഒരാളുമായിട്ട് സംസാരിച്ചു. അപ്പൊ അയാള് അടുത്ത 1 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന 4 കൊറിയക്കാരെ കൂടെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ മെമ്പേഴ്സ് ആക്കാനായിട്ടാണ്. അയാളുടെ 1 വർഷത്തെ ടാർഗറ്റ് അതാണ്. അയാള് അതുപോലെ തന്നെ ഞാൻ ഒരു വിവാഹ കൂദാശ നടത്തിയായിരുന്നു. അപ്പൊ അവിടെയും ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഏഷ്യൻ കൺട്രിയിൽ നിന്നുള്ള ഒരാളായിരുന്നു മണവാളൻ. അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ആണോ എന്നറിയാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എങ്ങനെയാണ് കല്യാണം നടക്കുന്നത്? ഇപ്പൊ ഒരു ഹിന്ദു ആണ്, അല്ലെങ്കിൽ മറ്റ് മതത്തിൽ നിന്ന് വരുന്നവരാണ്. ഫോർ ദ സേക്ക് ഓഫ് ദാറ്റ് മാരേജ് ഡേക്ക് വേണ്ടി നമ്മൾ കുറെ ഷോ ഒക്കെ കാണിച്ച് പിന്നെ അവന്റെ ആയുസ്യവും പള്ളി കയറുന്നില്ല. പക്ഷെ ഇതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഈ ചെറുപ്പക്കാരനോടൊന്ന് ചോദിച്ചപ്പോഴ് എന്നെ അത്ഭുതപ്പെടുത്തി. ഈ പെൺകുട്ടി ജനിച്ചു വളർന്ന ഓർത്തഡോക്സിലായിരുന്നു. അവക്ക് ഓർത്തഡോക്സിയുടെ ബാലപാഠങ്ങൾ മാത്രം അറിയുള്ളപ്പോൾ ഈ ചെറുപ്പക്കാരൻ, ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട്, ഞാനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് പെൺകുട്ടി? അപ്പൊ അവൻ പറഞ്ഞു, പെൺകുട്ടിയെ ഞാൻ പിന്നെ കണ്ടതാണ്, പക്ഷെ ഓർത്തഡോക്സ് സഭയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ ഇത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയും. അത് നമ്മൾ എൻജോയ് ചെയ്ത് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടെ തീർച്ചയായിട്ടും നമ്മുടെ സഭയിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ചപ്പാത്തി കത്തിയുടെ കൂടെ വേണ്ട, ഇറച്ചി ചപ്പാത്തിയുടെ കൂടെ. അടുത്ത ചോദ്യം വല്ലതും ഉണ്ടോ? സക്കറിയ ജേക്കബ് ഏതാണ്ട് പറയാൻ ശ്രമിക്കുന്നത്, അൺമ്യൂട്ട് ചെയ്യണേ. ഞാൻ ഒരാളുടെ മുഖം കണ്ടോണ്ടാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്നെ കാണാൻ പറ്റും. സക്കറിയ ജേക്കബ്. എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ വി ടോക്ഡ് അബൌട്ട് ഓർത്തഡോക്സ് ഫെയ്ത്ത്, വി ടോക്ഡ് അബൌട്ട് our traditions, what Parimala Tirumeni did, what he followed, his humility and everything that we've been talking about. Now with the change of times, the change of generations and the new millennials, it is very difficult to get them into that fold. അവരെയൊക്കെ അങ്ങനെ നമ്മുടെ ഒരു ഓർത്തഡോക്സ് ഫെയ്ത്തിലേക്കും ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ആർ വി ഡൂയിങ് സംതിങ് which will gel with them and that will attract them? Like today, in fact, Philip Achan also in our sermon, he mentioned a lot of youngsters go to AG churches and all that because one is they get attracted there for whatever reason. But what are we doing to ensure this Orthodox faith is instilled in these youngsters? I mean, today we see youth activities and everything is all around some kind of materialistic thing. How many churches conduct Bible classes? How many kids participate in it? How many people today participate in prayer meetings? So I'm saying there are multiple forums, but going forward, what are we doing to ensure that this Orthodox faith is instilled in a manner which will be acceptable to them? നമ്മുടെ മെത്തഡോളജി തീർച്ചയായിട്ടും റീവിസിറ്റ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. കണ്ടന്റിലല്ല, കണ്ടന്റ് ഈസ് റൈറ്റ്, ബട്ട് ദ മെത്തഡോളജി ദാറ്റ് വി ആർ ട്രൈങ് ടു കൺവേ ദ കണ്ടന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനും നമുക്കൊരു പ്രൊട്ടസ്റ്റന്റ് മെത്തഡോളജി യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരു ഓർത്തഡോക്സ് മെത്തഡോളജി ഉണ്ട്, അത് നമ്മൾ ഇതുവരെ ശരിക്കും പഠിച്ചിട്ടില്ല. ഞാൻ പലയിടത്തും ഇത് പറഞ്ഞു. ഞാൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കോപ്റ്റിക് ഓർത്തഡോക്സുകാരനുണ്ടായിരുന്നു ഫ്രം ഈജിപ്റ്റ്. അവൻ വർഷത്തിൽ മിനിമം ഒരു പ്രാവശ്യം ഫ്ലൈ ചെയ്ത് അവന്റെ സ്പിരിച്വൽ ഫാദറിനെ കാണാനായിട്ട് ഈജിപ്തിലെ മൊണാസ്ട്രിയിൽ പോകുമായിരുന്നു. നമുക്കിവിടെ പറ്റിയിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്, പല പ്രതിസന്ധികളുണ്ട്. അതിൽ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്പിരിച്വൽ ഫാദർ ഇല്ല.
നമ്മുടെ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വികാരി 3 വർഷം കഴിയുമ്പോൾ മാറും. നമ്മൾ പിന്നെ വേറെ ആളിന് പുറകെ പോകണം. There is no constant continuous relationship with a spiritual father. In all other Orthodox churches, they all have this spiritual father, continuous mentor ഉണ്ടത്. നമുക്കതില്ലെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫാമിലി എൻവയോൺമെന്റിൽ നമ്മൾ പണ്ട് വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ മോറലി, എത്തിക്കലി, സ്പിരിച്വലി നമ്മൾ റേസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഫാമിലി എൻവയോൺമെന്റ്, അത് ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മെത്തഡോളജിയെ കുറിച്ച് എനിക്ക് ഐ കൺസിഡർ the methodology that we are now talking is entirely Protestant methodology. So I suggest to accommodate, at least learn the methodology of the Orthodox Church and implement that methodology into the church. Otherwise, we will become another Protestant church. ഇപ്പൊ എൻ്റെ കൂട്ടുകാര് എന്നോട് അമേരിക്കയിൽ പഠിച്ചിരുന്ന സമയം ചോദിച്ചിട്ടുണ്ട് എന്നോട് ഇത്. You say that you are Orthodox, but it seems that you are a Protestant church. ഇപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ വന്ന് അവര് പല കാര്യങ്ങൾ കാണുമ്പോഴാണ്. ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ 5 വർഷം MGOSismത്തിന്റെ കോൺഫറൻസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തപ്പോൾ എല്ലാ വർഷവും മെയിൻ സ്പീക്കറായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് പ്രോട്ടസ്റ്റന്റ് ചർച്ചിൽ നിന്ന് ഓർത്തഡോക്സ് സഭയിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നവരെയാണ് മെയിൻ സ്പീക്കറായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ 5 വർഷത്തിനുള്ളിൽ 2 പേര് പറഞ്ഞ കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മ്യൂസിക് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ മ്യൂസിക് മിനിസ്ട്രി എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് 2 പേര് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ആർ യു എ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഓർ ആൻ ഓർത്തഡോക്സ് ചർച്ച്? കാരണം ഇത് വിട്ടിട്ടാണ് ഞങ്ങള് ഓടി ഓർത്തഡോക്സ് സഭയിൽ വന്നത്. നൗ ദ പീപ്പിൾ ഹു ആർ ക്ലെയിമിംഗ് ഓർത്തഡോക്സ് പീപ്പിൾ ആർ ഡൂയിങ് ദ സെയിം തിങ് ലൈക്ക് ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. സോ the methodology that we are trying to accommodate or adopt is Protestant or Pentecostal methodology, and that is not the right way of doing. നമുക്ക് ഉപവാസവും കുമ്പിടിയിലും നോമ്പും പ്രാർത്ഥനയും ഇതൊക്കെയാണ് നമ്മുടെ മെത്തഡോളജി. അല്ലാതെ കൈയടിച്ച് പാട്ട് പാടുന്നതും ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് പാട്ട് പാടുന്നതും ഇതുകൊണ്ടൊന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം സൃഷ്ടിക്കുന്നവരെ ഹൈപ്പ് ഉണ്ടല്ലോ, അത് കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിൽ പോയേ പറ്റത്തുള്ളൂ. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവൻ പിന്നെ അത് കുറച്ചുനാൾ ഉപയോഗിച്ച് കഴിയുന്ന പിന്നെ പാമ്പിനെ കൊണ്ട് അവന്റെ നാക്കെ കൊത്തിക്കേണ്ട അടുത്ത ഗ്രേഡിലോട്ട് കയറുന്നത് പോലെ. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരു. അപ്പൊ പരിമല തിരുമേനിയൊക്കെ ഉപയോഗിച്ചിരുന്ന മെത്തഡോളജി വളരെ എഫക്റ്റീവ് ആയിരുന്നു, സ്ലോ ബട്ട് സ്റ്റഡി. എനിക്ക് തോന്നുന്നില്ല ഞാൻ ആൻസർ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ മനസ്സിൽ ആൻസർ കിട്ടിയേക്കും തിരുമേനി. ബട്ട് ഓൺലി തിങ് ഇസ്, നമ്മളിപ്പോ ഐ എം നോട്ട് സെയിങ് വി ഷുഡ് ഫോളോ their method or the Protestant method. I mean, I'm against that. Because that is, I feel it's very fancy. But നമ്മുടെ Orthodox faith, how do we instill? One suggestion I had was, or the thought that came to my mind, we talk about so many ministries. We have a media wing. Why don't, I mean, today our media wing is largely about publishing about a church and a lot of other activities. Today, as you rightly said, the usage of mobile by the youngsters and elders, everyone, I think everybody spends at least 80% of their time on mobiles when they're awake. With that, what are we trying? Why don't we make use of this medium to create, right from children to elderly people? Why don't we create some kind of videos or animated scripts or something? We should have a video script where it basically talks about what is prayer, what is fasting, how do we go about it? Even if you have to do a confession, even if you have to come to take Holy Qurbana, what are the things that you need to do? I think if we have these videos or some kind of animated scripts or anything created, animated scripts for children, youth and elderly, even when if we have some of these things created and we have an archive, it will always be good for people to go and log in and have a look at it. And this can be spread across various groups. This is just a suggestion, that thought which came to my mind. Yeah. At least we have a hope that we are in the process of preparing a new curriculum for Sunday school. And after finishing the textbooks, we will have, based on that textbook, we will have animations, വീഡിയോ പ്രസന്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പാരലായിട്ട്. അതെല്ലാം കവർ ചെയ്യുന്നതല്ല, അറ്റ്ലീസ്റ്റ് ഫ്രം സ്റ്റാൻഡേർഡ് 12th നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ലെറ്റ് us finish the textbook first. Again, youth, again, it is a possibility and we need to, തീർച്ചയായിട്ടും അതൊരു നല്ല സജഷൻ ആണ്, അത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും തീർച്ചയായും. താങ്ക്സ്.
തിങ്ക് സമയം കുറച്ച് അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തിരുമേനി നമുക്ക് എനിക്ക് ഞാൻ വേണേ 6-7 മിനിറ്റ് കൂടെ ഇരിക്കും. 9 മണി വരെ വേണമെങ്കിൽ. നാളെ കുർബാനയുണ്ട്. കുർബാനയുണ്ട്. അച്ഛൻ പൊക്കോ. ഞാൻ പൊക്കോട്ടെ. അല്ല, നിർത്താം. എനിക്ക് കുഴപ്പമില്ല. ആരെങ്കിലും ഇനി ചോദ്യം കാരണം ഡിസ്കഷൻ നല്ല ഭംഗിയായിട്ട് വരുന്നതുകൊണ്ട് ഐ എം ഇൻട്രസ്റ്റഡ്. ബട്ട് സിൻസ് ദ ടൈം ഈസ് ലിമിറ്റഡ്, വി ക്യാൻ സ്റ്റോപ്പ്. Irvini, I just have one question. Yeah. May I? Sure. So you did mention about us having spiritual connections with our spiritual fathers that we have in our church. And one of the issues that we aren't able to continue that is because of the tenure that we have to face. I mean, every 3 years, our spiritual father changes. And personally, it is an issue that I have also faced. You as a Tirumeni, what would you like to say to us? Because many of us, however old we are, at least once have made a connection with one spiritual father within our Sabha. And what is your note to us that how do we combat this issue that we're having? How do we go forth with it? How do we continue moving forward with the same inspiration, but from another spiritual father? I suggest from the same Orthodox, because that spiritual father should lead you to the confession if it is needed. So I suggest, so if you find out someone, even if the vicar or the Achan transfers, you can follow that Achan wherever he goes. That is what I said. My classmate from America, from Egypt, he usually flies to Egypt, Coptic Church, to stay with his spiritual father. And after his confession, he comes back. So that is the only practical suggestion I have. If you can find out one spiritual father, you have the continuous connection with that spiritual father wherever he goes. But if you want to sit in the general body, you have to go and confess with your vicar, because he has the confession register. Just for the sake of following the constitution. But for a spiritual father, you should, or you can find out a spiritual father which is very suitable for you. Did I answer you? Yeah, Tirumeni, spiritual father and need not to be a priest alone. You can have spiritual father from the respected elders also. പക്ഷെ അതിനകത്ത് ഇതേ ഉള്ളൂ, ഒരു കൺഫെഷൻ കൂടെ ഇതിന്റെ കൂടെ വേണം. Confession plays an important role. പലരും ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് പല ക്രിറ്റിസിസം ഒക്കെ പറയുന്നുണ്ട്. If you have that spiritual father as your confession father, then you will enjoy the sacrament of confession. Okay, great. ഞാനത് ചെയ്യുന്നോണ്ട് പറയുകയല്ല, എനിക്ക് എപ്പോഴും പ്രാക്ടിക്കലി I have a confession and spiritual father. I go to that father usually, but since I am traveling, ഇപ്പം മെത്രാനായതിനു ശേഷം എനിക്ക് കൃത്യമായിട്ട് ആളിനെ തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല. He knows my in and out now. അപ്പൊ ഞാൻ അക്കൗണ്ടബിൾ ടു ദാറ്റ് പേഴ്സൺ ഓൾസോ. അപ്പൊ that makes a huge difference. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു നല്ല കൺസെപ്റ്റ് ആയിരുന്നു ഓർത്തഡോക്സ് സഭയിൽ. Unfortunately, that concept that is lost now. നിർത്താം ബൈജു. ഓക്കെ, താങ്ക് യു തിരുമേനി. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അഭിവന്യ തിരുമേനി, വന്യനായ ഫിലിപ്പ് കോറപ്പിസ്കോപ്പാച്ചൻ, മറ്റ് സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരുമേ, ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിലും നമ്മുടെ ഇടവകയിലെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ശ്ലാഘനീയമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സാന്തോം യൂത്ത് ഇപ്രകാരം ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ദിവസത്തിൽ തന്നെ ഇപ്രകാരം ഒരു പ്രോഗ്രാം വെബിനാർ കണ്ടക്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഇതിനെല്ലാം കാരണഭൂതനായ ത്രിയേക ദൈവത്തിന് സാന്തോം യൂത്തിന്റെ 1000 പ്രണാമം. അഭിവന്യ തിരുമേനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, തിരുമേനി നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. എല്ലാ കാര്യത്തിനും ആവശ്യങ്ങൾക്കും മുൻപന്തിയിൽ തന്നെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിൽ നമുക്ക് വേണ്ടി ജോയിൻ ചെയ്യുകയും സാന്നിധ്യം കൊണ്ടും
അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. അഭിവന്യ തിരുമേനിയുടെ തൃപ്പാദത്തെങ്കിൽ സാന്തോം യൂത്തിന്റെ പേരിലും ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും തൃപ്പാദത്തെങ്കിൽ സമർപ്പിക്കുന്നു. നമ്മുടെ വികാരി അച്ഛൻ ഫാദർ PC ഫിലിപ്പ് കോറപ്പിസ്കോപ്പ അച്ഛൻ ഇതുപോലെ തന്നെയാണ്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അച്ഛൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഒന്നിനും അങ്ങനെ നോ പറയത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ കൂടുതൽ സജഷൻസ് തരും എന്നുള്ളതേ ഉള്ളൂ. അച്ഛന് ഇന്ന് പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കുർബാനയിൽ അച്ഛന് ഉദ്ധരിച്ച ഒരു പോയിന്റ് ഞാൻ എടുത്തൊന്ന് പറയുകയാണ്. കാലം ചെയ്ത സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനി പറഞ്ഞതായ അല്ലെങ്കിൽ മനോരമയിൽ എഴുതിയ ആർട്ടിക്കിളിൽ പരിമൽ തിരുമേനിയെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ഹി ഈസ് ദ ട്രിനിറ്റി ഓഫ് ഫെയ്ത്ത്, ഹോളിനെസ് ആൻഡ് ഹ്യൂമിലിറ്റി. ഇത് ഇന്നത്തെ ജീവിതത്തിൽ അശേഷം കാണാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ്: വിശ്വാസം, വിശുദ്ധി, വിനയം. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന PC ഫിലിപ്പ് കോറപ്പിസ്കോപ്പ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ സാന്തോം യൂത്തിന്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ നാമത്തിലും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത ഓദ്ര ദേറായിൽ നിന്നുള്ള ഫാദർ ബിജു ഈപ്പൻ അച്ഛനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രദർ മെൽവിൻ സെക്കൻഡ് ഇയർ സെമിനാരി സ്റ്റുഡൻ്റ് ആണ്. അവരോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതേ സമയം തന്നെ ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് നേതൃത്വം നൽകിയ മാർ ഫിലിക്സിനോസ് മീഡിയയ്ക്ക് സാന്തോം യൂത്തിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ അനേകം പേര് മറ്റു പള്ളികളിൽ നിന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നാകാം, അതുപോലെ തന്നെ കേരള, ചെന്നൈ, എല്ലായിടത്തു നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും സാന്തോം യൂത്തിന്റെ പേരിൽ ഈ സമയം അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതാനും വ്യക്തിത്വങ്ങളെ മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. പേരുകൾ എടുത്തു പറഞ്ഞാൽ അത് പോരായ്മയായി പോകുമെന്നുള്ളത് കൊണ്ട് പേരുകൾ ഉദ്ധരിക്കുന്നില്ല. അല്പമായോ അധികമായോ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിവന്യ തിരുമേനി ക്ലോസിംഗ് പ്രെയർ ആൻഡ് ബെനഡിക്ഷൻ ആയിട്ട് തിരുമേനിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Benediction. May the love of God the Father, the grace of the only begotten, fellowship and the indwelling of the Holy Spirit be with us and our departed ones forever and ever. Amen. Amen. Good night. Good night. Good night, Tirumeni. Thank you. നാട്ടിൽ എന്നാ പോകുന്നത്? ക്വാറന്റൈൻ ഒന്നും ആവില്ല, തിരിച്ചു വരണം. 5th പോകും, 9th വരും. ക്വാറന്റൈനിൽ ഇരിക്കണ്ട. Okay, God bless. Good, great. നമ്മുടെ അച്ഛനോ അച്ഛൻ സംസാരിച്ചോ? Yeah, great. പ്രാർത്ഥിച്ചോ? Yeah. മെനക്കെട്ടിരിക്കുന്നല്ലോ. കേണിടുന്നു 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 ഞാൻ, ഗ്രിഗോറിയോസ് മധ്യസ്ഥത കേണിടുന്നു ഞാൻ. മലങ്കരതൻ മണിവിളക്കാം പരിശുദ്ധ താതാ, മാർത്തോമാതൻ പിൻഗാമിയെ കേണിടുന്നു ഞാൻ. കേണിടുന്നു 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 ഞാൻ, ഗ്രിഗോറിയോസ് മധ്യസ്ഥത കേണിടുന്നു ഞാൻ.